അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ച പകൽക്കാലം നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സർവ്വവല്ലഭനായ ദൈവം നമുക്ക് കൃപ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിങ്കിൽ പ്രത്യാശ വയ്ക്കിച്ചിരിക്കുന്ന ജനം നിരാശപ്പെടുവാൻ ദൈവം സംഗതി വരുത്തുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന ഈ ഉപവാസത്തിൻ്റെ 14-ാം ദിവസം ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനിവിടെ വരുവാൻ കാരണമായത് രാജൻ എന്നും പറഞ്ഞൊരു പാസ്റ്ററാണ്. എനിക്കറിയില്ല, ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി എന്നെ വിളിച്ചതാണ്. ഫ്രീസലോ, ഞാൻ പ്രിയ ദിവാസൻ, അനുഗ്രഹീത ദിവാസൻ, കർത്താവിൽപ്രസനായ പ്രിയ ദാനിയേൽ കുന്നേൽ പാസ്റ്ററെ ഞാൻ ഒരു വട്ടം നേരിൽ അടുത്ത് ഒന്ന് കാണാൻ പറ്റി. കാണുന്നത് മറ്റൊന്നും വെച്ചല്ല, തിരുവല്ല ജോസിസി വെച്ച ഒരിക്കൽ ഞാൻ ഒരു കാപ്പി പിടിച്ചിട്ടിറങ്ങുമ്പോൾ ഞങ്ങൾ തമ്മിലൊന്ന് കണ്ടു ചിരിച്ച്, അത്രയേ ഉള്ളൂ. അധികം മിണ്ടാനൊന്നും പറ്റിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ ഒന്ന് കൈ കൊടുത്തൊന്ന് ഒരു വാക്ക് വേണ്ടിയത്. ഫ്രീസലോ. പിന്നെ ഇതിൽ പലപ്പോഴും ഞാൻ പണ്ട് സമയങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ മിനിസ്ട്രി വരുമ്പോൾ ഈ ജയോത്സവം എന്നുള്ള ഒരു ബോർഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകം പലക്കാലം ഇവിടെ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകട്ടെ. ഞാൻ സുഷയിലായിട്ട് ഏകദേശം 32 വർഷമായി. ഞാനൊരിക്കലും ഒരു കർത്താവിൻ്റെ വേലക്കാരനായി തീരുവാൻ ആഗ്രഹിച്ച ആളല്ല. ഞാൻ ബന്ധക്കോസ്തിൽ 3-ാം തലമുറയാണ്. ഫ്രീസലോ, എൻ്റെ അമ്മ ഫ്രീസലോ ഞങ്ങളുടെ ദേശത്ത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ 1-ാമത്തെ ബന്ധക്കോസ്തുകാരാണ്. ഫ്രീസലോ ഞങ്ങളുടെ വീട്ടിലാണ് അന്ന് സഭയുടെ ആരംഭം കുറിപ്പാൻ ഇടയായി തീർന്നത്. അതിനുശേഷം പിന്നെ പലരും ഞങ്ങളുടെ ദേശത്തൊക്കെ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. എൻ്റെ മകനും കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നിരുന്നത്, ഈ ഒത്തിരി പാരമ്പര്യം പറയുന്നതിനേക്കാൾ ഉപരി നമ്മളിൽ ഒരു അഭിഷേകത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രൈസലോ. വിശ്വാസികളെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ നമ്മളായിരിക്കുന്നു എങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടണം. പ്രൈസലോ. ഒരാത്മതലം നമ്മുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മതലത്തിനൊത്തോണം നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ എത്ര പേര് തയ്യാറാണ്? അവിടെ മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇടയത്തിന് ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്രായം മുതലേ ഞങ്ങളുടെ വീട്ടിലാണെന്ന് സഭയുടെ ആരാധന തുടങ്ങിയെങ്കിലും പിന്നീടും മറ്റ് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നടത്താറുണ്ട്. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ പല ദൈവാസന്മാരും വന്ന് തൂത് പറഞ്ഞിട്ടുണ്ട്, ദേശങ്ങൾ രാജ്യങ്ങൾ സഞ്ചരിക്കുന്നൊരു അഭിഷിക്തനായി മാറുമെന്ന്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഈ സുവിശേഷ വില ചെയ്യത്തില്ലെന്ന് പ്രതിജ്ഞ എടുത്ത ഒരാളാണ്. കാരണം നമ്മളൊത്തിരി ദൈവാസന്മാരെയും ദൈവദൂതും അതിലുപരി എനിക്ക് വളരെ ഇഷ്ടമില്ലാത്ത കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാസ്റ്റർമാർ നിമിത്തം ഒത്തിരി നമ്മുടെ ആഹാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും ഞങ്ങൾ കഴിക്കേണ്ട സമയത്ത് പാസ്റ്റർമാർ വരും, അച്ചായന് അതെടുത്ത് അവർക്ക് കൊടുക്കും, അവരെ വയറ് നിറയും, ഞങ്ങളുടെ കണ്ണ് നിറയും. അതുകൊണ്ട് ഒരു കുഞ്ഞുങ്ങളെയും കരയിപ്പിക്കരുത്, ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അങ്ങനെ ഏതായാലും കൊള്ളാം, പഠനം കഴിഞ്ഞു, വിവാഹം കഴിച്ചു, പ്രത്യേക ഒരു ജോലിയൊക്കെ ക്രമീകരിക്കപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു. മറ്റൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി. അവിടെ ചെന്ന് ജോലി ഏർപ്പെട്ടു. പലയിടങ്ങളിൽ ജോലി ചെയ്തു, പക്ഷേ ഒന്നും അങ്ങോട്ട് സ്ഥിരമാകാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു നല്ല ജോലിയിലേക്കൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷ്യം വേഗത്തിലങ്ങ് പറയുക, ഒരു ചെറിയ എന്നെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട്. അപ്പം അവിടെ ചെന്ന് ജോലി ചെയ്തിങ്ങനെ മുമ്പോട്ട് വരുമ്പം ദൈവം എന്നെ പിടിക്കാണ്ടിയെ തീർന്നു. മറ്റൊന്നുമല്ല, അരയിലൊരു ചെറിയ മുഴ വന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അവസാനം അവിടെ ഡൽഹിയിലുള്ള കീർത്തിനഗറിലുള്ള കൽറ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അവിടുന്ന് പിന്നത്തേയിൽ രോഗം മൂർജിച്ച് ഡൽഹി രാജേന്ദ്ര നഗറിൽ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. മുഴ വലുതായിക്കൊണ്ടിരുന്നു. പിന്നത്തേയിൽ ശരീരത്തിൽ കീമോ ചെയ്ത് ശരീരം ക്ഷയിക്കാനിടയായി. ബലം കെട്ടു. അരയിലെ മുഴ കാരണം നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഫ്രീസലോ. അവസാനം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഡോക്ടർമാരുടെ വിധിപ്രകാരം ഓപ്പറേഷന് വേണ്ടി തയ്യാറായി. ഫ്രീസലോ. ഓപ്പറേഷൻ അന്ന് രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, കാരണം എനിക്കറിയാം ഒരു പക്ഷേ രക്ഷപ്പെടും, ഒരു പക്ഷേ രക്ഷപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം
പൂർണ്ണമായിട്ടും ആൾക്കാർ പറയുന്നത് രക്ഷപ്പെടാനൊരു സാധ്യതയില്ലെന്നാണ്. എന്നാൽ ഞാനൊന്ന് വിശ്വസിച്ചു, കർത്താവേ, നിൻ്റെ ഒരു ദൂതുണ്ട്, ദേശങ്ങൾ രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരു അഭിഷിക്തനാകുമെന്ന്. അങ്ങനെയെങ്കിൽ നീ എന്നെ വിടുവിച്ചാൽ നിൻ്റെ വേല ചെയ്യുക. പ്രൈസലോ. അന്ന് രാവിലെ അവരെ എന്നെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കാതുകളിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞ്, എന്നോട് ദൈവം പറഞ്ഞ് സൗഖ്യമാക്കുന്നു. സാങ്കുട്ടി, ഞങ്ങളാരും കേട്ടില്ല, നിനക്ക് തോന്നിയതാണ്. പ്രൈസലോ. രണ്ടാമതൊരു പറഞ്ഞു, ചിലപ്പോൾ ഈ ഓപ്പറേഷൻ സൗഖ്യം തരാനാണെന്നും പറഞ്ഞു. എല്ലാം അടുത്ത റൂമിൽ ചെന്ന് അവരെൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും 103 അസംഗത്തിലൂടെ ദൈവാത്മാവ് ഇടപെട്ടു. യഹോവ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന്. ഞാൻ അവിടെ വെച്ച് കളഞ്ഞു ബഹളം വെച്ചു, എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന്. അവരെന്നെ കളിയാക്കി, നീ ഒരു പാകലാണ്, പ്രൈസലോ, നല്ലൊരു അഡ്മിഷനാണ് നിനക്ക് കിട്ടിയത്, നീ എന്തിനെ ബഹളം വയ്ക്കുന്നു, ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞില്ലേ, ഓപ്പറേഷയുടെ ദൈവം സൗഖ്യമാക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഓപ്പറേഷൻ വേണ്ട, ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ബഹളം വെച്ചു. എൻ്റെ കമ്പനി ബോസൊക്കെ ഇടപെട്ടു. അവസാനം എൻ്റെ നിർബന്ധപ്രകാരം അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ തന്ന ഇഞ്ചക്ഷൻ പവർ കൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ശാന്തനായിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ചില മണിക്കൂർ കഴിയുമ്പോൾ നിന്നെ വിട്ടുപോകും, ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ നിൻ്റെ ശരീരത്തിലെ മുഴ അങ്ങനെ തന്നെ ഇരിക്കുക. തന്നെയല്ല, നിനക്ക് നിൻ്റെ രോഗത്തിൻ്റെ ഗൗരവം എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്നോട് ദൈവം പറഞ്ഞു എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. അവസാനം എൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ ലൈറ്റിൽപ്പെട്ട 1-2 പേരുണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ച് എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ നേരത്ത് പറഞ്ഞു, ഇനി ഈ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. അങ്ങനെ റൂമിൽ വന്ന് ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ വേദന ഇളകാൻ തുടങ്ങി. ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. പ്രൈസലോ. ഹല്ലേലൂയ. നിലവിളിച്ചപ്പോൾ റൂം തന്ന മക്കാമാരിക്കിനൊരു പ്രശ്നം, അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുകാർക്ക് പ്രശ്നം. പക്ഷേ വേദന കൊണ്ട് നിലവിളിക്കാതിരിക്കാൻ പറ്റുന്ന നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഒരു രാത്രി മുഴുവൻ നിലവിളിച്ച് സൗഖ്യം വന്നില്ല. എൻ്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ കളിയാക്കി, എൻ്റെ കൂട്ടുകാർ കളിയാക്കി. പിറ്റേ ദിവസം ഗല്ലി വഴി കടന്നു വരുന്നവരൊക്കെ കയറി കളിയാക്കിയിട്ട് പോയി. ഹല്ലേലൂയ. നമ്മുടെ അവിടെ ഞാനൊരു നമ്മുടെ കെ.ടി. തോമാച്ചാൻ്റെ ഒരു ബ്രാഞ്ച് ചർച്ചിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള വിശ്വാസികൾ വന്ന് കളിയാക്കി, ബ്രദറെ നീ എന്താ കാണിച്ചത്, നമ്മളെപ്പോലുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാനല്ലേ നീ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഏകദേശം 8-9 മണിയായി. ഞങ്ങളുടെ പാസ്റ്റർ വന്നു. ബ്രദറെ നീ എന്താ കാണിച്ച്, ഹല്ലേലൂയ, നിനക്ക് ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ് സൗഖ്യമായി കിടക്കത്തില്ലായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്നോട് ദൈവം പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ മക്കളെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഏകദേശം 1 മണിക്കൂറിലധികം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയല്ല, വേദന എത്രയുണ്ട് അത്രയും ശക്തി നിലവിളിച്ചുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചു. കറണ്ട് ഓടുന്നത് പോലെ എൻ്റെ ശരീരങ്ങളിൽ ഓടാൻ തുടങ്ങി. ഞാൻ അറിയാതെ എഴുന്നേറ്റിരുന്ന് കൈയടിച്ച് ആരാധിച്ചു. നീണ്ട സമയങ്ങൾ ആരാധിച്ച് ആരാധന കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന് വേദന മാറി. പ്രൈസലോ. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എന്നെ ദൈവം സൗഖ്യമാക്കി. ഹല്ലേലൂയ. എനിക്കൊട്ടും വേദനയില്ല, പക്ഷേ മഴ അതുപോലെ തന്നെ ഇരിക്കുക. പ്രൈസലോ. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, എന്നെ ദൈവം സൗഖ്യമാക്കി. കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച പാസ്റ്ററോട് പറഞ്ഞു, ദൈവം സൗഖ്യമാക്കി. അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, ചിലർ മരിക്കാൻ നേരത്തെ രോഗം കുറയാറുണ്ട്, അങ്ങനെ കുറഞ്ഞതാണ്. എനിക്കറിയാം എൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാണ്. ഇന്ന് പലകൾ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ? നിൻ്റെ മേൽ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഇന്ന് പലകൾ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? അത് നിന്നെ വിടുവിക്കുന്ന ഒരു അഭിഷേകമായി ഇന്ന് പൽക്കാലം പുറത്തു വരാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി സ്തുതിച്ചു. ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് പൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുക. ഒരു അഭിഷേകം വ്യാപരിക്കുന്ന യുവാസനെ, ഒരു ശക്തി നിന്റെ മേൽ വെളിപ്പെട്ടു വരൂ. നീ ഇന്നിൽ വ്യാപരിക്കുന്ന രോഗക്കെട്ടുകളെ അടിച്ചു മാറ്റി ഒരു ആത്മശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുക. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തൊരു അഭിഷേകം ഇതിനകത്ത് വെളിപ്പെട്ടു വരൂ. ദൈവശക്തിയോടെ വെളിപ്പെടൂ. ഇന്ന് പകൽക്കാലം ചില രോഗികളിവിടെ സൗഖ്യമാകും ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം. യെസ്. ഹല്ലേലൂയ. വേഗത്തിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വേദന മാറി.
കാരണം മഴ കാരണം എനിക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. അന്ന് ആഹാരമൊക്കെ കഴിച്ചു. പ്രൈസലോ 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസമായപ്പം കൂട്ടുകാരോട് പറഞ്ഞു എനിക്കിത് കുളിക്കണം, അല്പം വെള്ളം ചൂടാക്കി തരാമെന്ന് ചോദിച്ചു. നല്ല തണുപ്പുള്ള സമയമാണ്. ഒരു വെള്ളം ചൂടാക്കി ബാത്റൂമിൽ ചോദിച്ചു. ഞാനിങ്ങനെ തോർത്തും എടുത്ത്, പ്രൈസലോ ഈ തലയിലൊന്നും മുടിയില്ല, പ്രൈസലോ ഈ കിമയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച്, പ്രൈസലോ ഞാനിങ്ങനെ കുനി ബാത്റൂമിൽ ചെന്നു. അല്ലെങ്കിൽ വെള്ളം, പ്രൈസലോ ഈ ഷവർ പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ചൂടാക്കി വെള്ളം തന്നെ ഒഴിക്കണമല്ലോ വിചാരിച്ചുകൊണ്ട് ഈ വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ ആ ശരീരം പലപ്പോഴൊക്കെ ഇവർ തുടയ്ക്കാറുണ്ടായിരുന്നു. എനിക്ക് തേക്കണമെന്നുള്ള വിചാരത്തിൽ നമ്മുടെ ഈ നാടൻ തോർത്തിനകത്ത് സോപ്പ് പുരട്ടി ഞാനിങ്ങനെ ശരീരം ഇങ്ങനെ തേച്ചുകൊണ്ടിരുന്നു. തേച്ചുകൊണ്ട സമയം ഞാൻ അറിയാതെ ഈ തോർത്തിൻ്റെ ഒരു നൂല് മുഴയെ കയറി ഉടക്കി മുഴ മുറിഞ്ഞ് താഴെ വീണു. മാംസവും രക്തമായിട്ട് താഴെ കിടക്കുന്നു. ഞാൻ നേരെ നിന്നു. അരയിലൂടെ ബ്ലഡ് ലീക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടുകാർ വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇവന് അസുഖം കൂടി, ഇവനെ നേരെ ഓൾ ഇന്ത്യ മെഡിക്കൽ സെൻസിൽ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു എങ്ങും കൊണ്ടുപോകണ്ട, നിങ്ങൾ പഞ്ഞിയും തുണിയും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. വരുമ്പോൾ ഈ സമയം ഞാൻ നേരെ നിൽക്കുക. ഞാൻ തന്നെ എൻ്റെ മുറിവ് വാഷ് ചെയ്ത് ഡ്രസ്സ് ചെയ്തു. ദൈവത്തിൻ്റെ മക്കളെ 9-ാം ദിവസം മുറിവ് ഉണങ്ങി. ജോരാബാല ഹതനാര് ഇന്ന് പാൽക്കാലം വിടുവിക്കുന്നവൻ്റെ ശക്തി, വിടുതൻ്റെ ശക്തി ഇന്ന് പാൽക്കാലം നിനക്ക് വേണ്ടി വ്യാപരിക്കും. ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഊറബാല ഹതനാരകട യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെന്ന് ഞാനത് കഴിഞ്ഞു. ചില മാസങ്ങളോട് കഴിഞ്ഞ് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയ സമയം മുതൽ പ്രൈസ് ദി ലോർഡ് എനിക്കറിയാൻ പറ്റത്തില്ല, അവിടെ മുതൽ എന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പഠനവും അതോടൊപ്പം തന്നെ ശുശ്രൂഷകളും നടന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേൽ കൃപയാൽ ചെല്ലുന്നിടത്തൊക്കെ ദൈവം ചില അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ സഭകൾ സ്ഥാപിക്കപ്പെടാൻ തുടങ്ങി. ഏകദേശം 10-18 ചർച്ചുകൾ രൂപം കൊടുക്കുവാൻ കർത്താവ് കൃപ നൽകി. 10,000-ലധികം പേരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകി. ഈ സ്നാനപ്പെടുത്തിയൊന്നും പെന്തക്കോസ്തുകാരുടെ മക്കളല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പലരും വിശ്വസിക്കുന്നുണ്ടോ? നിന്നിലൊരു അഭിഷേകം വെളിപ്പെട്ടാൽ ജാതികൾ നിന്റെ അടുത്തേക്ക് ഓടിയെത്തത്തക്കോടോ ഒരു അഭിഷേകമായി ഇത് വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം വെളിപ്പെടണം. ഇത് പൽക്കാലം നിന്നിൽ അത് വ്യാപരിക്കപ്പെടണം. നിന്റെ ജഡത്തിൽ അത് വെളിപ്പെട്ടു വരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉപവാസം തീർന്നത് ഇന്നലെയാണ്. 21 തീർന്നിട്ട് വന്ന് ആദ്യത്തെ മീറ്റിംഗ് ആയത്. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ 14-ാം ദിവസമാണ്. ബൈബിൾ പഠിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ 27-ാം അധ്യായത്തിനകത്ത് 14-ാം ദിവസം അവർ മെലീത്ത എന്ന ദ്വീപിലെത്തിയെന്ന്. കഴിഞ്ഞ 14 ദിവസം അവരെ കറക്കിയ ഈശാനമൂലൻ എന്ന കാറ്റിനെ, പ്രൈസ് ദി ലോർഡ്, സൂര്യനെയോ ചന്ദ്രനെ കാണാതെയുള്ള അവസ്ഥകളെ മാറ്റിക്കൊണ്ട്, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളെ മാറ്റിക്കൊണ്ട് അവരെ ഒരു മറുകര കൊണ്ട് എത്തിക്കത്തക്കോണം അവരെ മേൽ വെളിപ്പെട്ട ദൈവിക ദൂത. അടകം ആത്മാ പറയുന്നു ഇന്ന് പൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുന്നത് നീ ഇന്നുവലകളിൽ എത്താൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ഹല്ലേലൂയ ഒരു ഒറ്റ ദൂത് വന്ന് ഞാൻ പാസ്വേഡ് പറഞ്ഞിട്ട് പോകുന്നു. അത് പബ്ലിക് വേണ്ടെന്ന് വെച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഞാൻ ഇന്ന് പൽക്കാലം ദൂത് വിളിച്ചു പറയാ. ആത്മശക്തിയുടെ വ്യാപാരം നിൻ്റെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടോ? ഇന്ന് പൽക്കാലം എൻ്റെ മേൽ വ്യാപരിക്കണം. എൻ്റെ മേലൊരു അഭിഷേകം വെളിപ്പെട്ട് വരണം. എൻ്റെ രോഗം ഇന്ന് പൽക്കാലം മാറിപ്പോകണം. എൻ്റെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ഇന്ന് പൽക്കാലം അഴിയപ്പെടണം. എൻ്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയപ്പെടണം. ഓരോ പല ഹതനാരക അടകരകട കഥനാരക ശക്തിയോടെ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ. ആത്മാവിൽ ജനം സംസാരിച്ചു തുടങ്ങിക്കോ. സംസാരിച്ചു തുടങ്ങിക്കോ. യെസ്,
നീ അറിയാതെ നിന്റെ ബന്ധനം അഴിയോ, നീ അറിയാതെ നിന്റെ രോഗങ്ങൾ അഴിയോ, നീ അറിയാതെ നീ അഭിഷേകത്താന്നറിയോ, നീ അറിയാതെ പുതിയ ഭാഷകളാന്നറിയോ. ചില രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്കൊട്ടി തുറക്കപ്പെടോ. കെട്ടുപൊട്ടി ജനം തന്നെ പുറത്തു വരാൻ പോകുക. ഒതുക്കുന്ന മേഖലകളെ ദൈവം തകർത്തു മാറ്റി തൻ്റെ ജനത്തെ ദൈവം പുറത്ത് കൊണ്ടുവന്ന് അവരെ വിശാലതയിലേക്ക് നയിക്കുന്ന ദൈവീകമായ പ്രവൃത്തികളെ ആരംഭം കുറിക്കാൻ പോകുക. ചലിക്കും ചലിക്കും ചലിക്കും. എനിക്കറിയാം ഇതിനകത്ത് ചലിക്കും, ഇതിനകത്ത് ചലിക്കും. നിങ്ങൾ അറിയാതെ ഇന്ന് വൽക്കാലോ നിങ്ങൾ എഴുന്നേറ്റ് ആരാധിക്കോ. അങ്ങനെ ഒരു അഭിഷേക തലോ ഇതിനകത്ത് വെളിപ്പെടാൻ പോകുക. തീയായി കത്തട്ടെ, തീയായി കത്തട്ടെ, തീയായി കത്തട്ടെ. അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കും, അധികാരത്തിന്റെ കൈമാറ്റം നടക്കും. നമ്മുടെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വേഗത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. മതി. പ്രീസലോ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നോട് ആവർത്തിച്ചാട്ടെ. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. 40-ൽ പരം വയസ്സുള്ളവൻ ആയിരുന്നു. പ്രീസലോ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഈ മനുഷ്യൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രീസലോ പലപ്പോഴും ദൈവദാസന്മാരൊക്കെ ശക്തമായി പ്രസംഗിച്ചൊരു വേദസൂക്തമാണ് ഇന്ന് പലക്കാലം നാം വായിച്ചത്. അതിനകത്ത് ഇങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ മനുഷ്യന്. പ്രീസലോ ഇവിടെ വരുമ്പോഴാണ് അവൻ എത്ര വയസ്സുണ്ടെന്നുള്ളത് അറിയുന്നത്. പ്രീസലോ എൻ്റെ ഭാഷ പറഞ്ഞത് 40 വർഷത്തെ കെട്ടാ പൊട്ടുന്നത്. പ്രീസലോ എത്ര വർഷത്തെ ബന്ധനമാണെങ്കിലും ദൈവം അഴിക്കും. 400 വർഷത്തെ കെട്ടുപൊട്ടിക്കുവാൻ മോശയിൽ വ്യാപരിച്ച് അഭിഷേകം വെളിപ്പെട്ടെങ്കിൽ 40 വർഷത്തെ ബന്ധനം അഴിക്കുവാൻ പത്രോസിൽ അഭിഷേകം വെളിപ്പെട്ടു. പ്രൈസലോ മിസ്രൈമിൽ കിടന്ന ഇസ്രായേൽ ആ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഫറവോനെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഫറവോന്യ മന്ത്രവാദ ആഭിചാര കർമ്മങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, അവരെ കട്ടതയിൽ നിന്ന് അവരെ വിടുവിക്കത്തക്കോണം മോശയിലൊരു അഭിഷേകം വെളിപ്പെട്ടു. പ്രൈസലോ മോശയിൽ വെളിപ്പെട്ട അഭിഷേകം പ്രൈസലോ ആ ജനത്തിന്റെ കെട്ട് പൊട്ടിക്ക മാത്രമല്ല, ആ രാജ്യത്തിന്റെ ബന്ധനം അഴിച്ചു മാറ്റി. ഒരു രാജ്യം അവനെ ബന്ധിച്ചത്. പ്രൈസലോ ഒരു രാജ്യം ബന്ധിച്ചാൽ ആ രാജ്യത്തിൻ്റെ ശക്തിയെ തകർക്കുവാൻ കഴിവുള്ളവൻ മോശയോടുകൂടി ഇരുന്നെങ്കിൽ ഇന്ന് പൽക്കാലം ആത്മാവിനോട് പറയുന്നു, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം രാജ്യങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ച് തൻ്റെ ജനത്തെ നിന്റെ അടുത്തെ കടുപ്പിക്കുന്ന ഒരു അഭിഷേക വ്യാപാരം ഇന്ന് പൽക്കാലം വെളിപ്പെട്ട് ഒരു അടയത്തിനും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ, ഇതന്നെ ഈ ഈജിപ്ത് എന്ന് പറഞ്ഞ ഈ രാജ്യം ഒരിക്കലും ഇവരെ അടിമയാക്കുവാൻ ആഗ്രഹിച്ചതല്ല, ഇവർ ചെന്ന് അടിമയായി പോയതാ അല്ലേ? നമ്മൾ പലരും ബന്ധിക്കപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പൗലോസ് ഒരിക്കലും പറയുന്നുണ്ട്, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമുള്ളതാകുന്നു അല്ലേ? ഫിലിപ്പിയ ലേഖനം 1-ാം വാക്യം എങ്ങനെ പറയുന്നത്? എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമുള്ളത് അല്ലേ? നമ്മുടെ പല ബന്ധനങ്ങളും നിങ്ങളുള്ള ക്രിസ്തു നിമിത്തമുള്ളതാണോ? ആന്നും. യേശുവിനെ അറിഞ്ഞവർക്ക് പിന്നെ ഏത് ബന്ധനോ? സ്വതം പറഞ്ഞോട്ടെ അല്ലേ ബസ്സേ? യേശുവിനെ അറിഞ്ഞുകൊണ്ടല്ലേ ബന്ധനം? അല്ല നമുക്കെന്താ ബന്ധനം? യേശുവിനെ അറിയാത്തവർക്ക് എന്ത് ബന്ധനം? ഒരു ബന്ധനവും ഇല്ല. അപ്പോൾ യേശുവിനെ അറിയുന്നവർക്ക് എന്തുണ്ട്? ബന്ധനമുണ്ട്. ബന്ധനമുണ്ടെങ്കിൽ ആ ബന്ധനത്തിനകത്ത് പത്രോസ് ഒതുങ്ങിയില്ല. ബന്ധനത്തിനകത്ത് ദൈവകൃപ എന്നത് വെളിപ്പെടുത്തുവാനിടയെത്തുന്നു. പ്രൈസലോ അതുകൊണ്ട് പറഞ്ഞത് പ്രൈസലോ ഈ ചങ്ങല ഒഴികെ
നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചങ്ങലയുള്ളപ്പോഴും അവനെ ആർക്കും ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ പ്രാർത്ഥിക്കുന്നവനെ ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവനെ ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. അഥവാ ബന്ധിച്ചോ തന്നെ ബന്ധനം അടിക്കും. ഉറപ്പാ വാസ്തവം. ബന്ധിച്ചോ തന്നെ ബന്ധനം അടിക്കും. അത് ഇതിൻ്റെ പ്ലാനാണ്. വേണം വായിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം എൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. വേഗത്തിൽ വായിക്കണേ. ഇപ്പോൾ ഇതാ നിന്റെ കൈന്മേലുള്ള ചങ്കല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോട് കൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോട് കൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട. മതി. എന്നുവെച്ചാൽ യിരെമ്യാവിനെ നെബൂഖദ്നേസർ ബന്ധിച്ചോണ്ട് പോകുക. എങ്ങോട്ട്? ബാബിലോണിലോട്ട് പോകുക. പക്ഷേ ഇവനോട് പറയാ, ഞാൻ നിന്റെ കൈമയുള്ള ബന്ധനം അടിച്ചു തന്നേക്കാം. അടിച്ചു തരുമോ വാസേ? അടിച്ചു തരും. നിനക്ക് എന്നോട് കൂടെ വേണേൽ പോരാ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. അന്ന് അഭിഷേകമുള്ളവന്, കണ്ണീരുള്ളവനെ ഒറ്റ വ്യക്തിക്ക് ബന്ധിക്കാൻ പറ്റത്തില്ല. ഇത് പലക്കല ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് പറ, എന്നെ ബന്ധിക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് പറ. കാരണം എൻ്റെ വീണ് അഭിഷേകം അതാ. എൻ്റെ പേരിൽ വീണ അഭിഷേകം ഇതാ. ബന്ധനങ്ങളെ അറുക്കുന്ന അഭിഷേകമാ. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകം ഇവിടെ വെളിപ്പെട്ടത് നമുക്ക് അവസാനമാകുമ്പോഴത്തേന് അതിൻ്റെ ഒരു പ്രവൃത്തി കൂടെ നമുക്ക് കാണണം. ഇതിനകത്ത് കാണണം. ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? നമുക്കിത് കാണണ്ടേ? നമുക്കിപ്പോഴത്തെ സുഷയ്ക്കിലേക്ക് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം വൈകിട്ട് കൊണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. അപ്പോൾ ഈ യിരെമ്യാവിനെ ബന്ധിച്ചുകൊണ്ട് പോയെങ്കിലും ബന്ധിച്ചോ തന്നെ ബന്ധനം അടിച്ചിട്ട് പറഞ്ഞു, നീ വയ്ക്കോളാം. കാരണം നിന്നെ എനിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. കാരണം നിൻ്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നവനാണ് എൻ്റെ ദൈവം. ഉറപ്പുണ്ടോ? എൻ്റെ ദൈവം ആരാണെന്ന് ഞാൻ ചെല്ലുന്നിടത്ത് എൻ്റെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടുത്തി എന്നെ മാനിപ്പാൻ കഴിവുള്ള ദൈവം എന്നോട് കൂടെ ഉള്ളപ്പോൾ, പ്രൈസ് ദി ലോർഡ്. പൗലോസ് എന്താ പറഞ്ഞത്? എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമുള്ളതാണ്, അല്ലേ? ഈ ക്രിസ്തു നിമിത്തമുള്ള ബന്ധനമാണെങ്കിലും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുള്ളവനെ ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ചേട്ടാ, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇതല്ലേ നമ്മുടെ മേലുള്ളത്? ആണോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു തന്നത്. ഫിലിപ്പിയിലെ 3-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്. വേണമെന്ന് അതുകൊണ്ടൊന്ന് വായിച്ചു വിടാം വേഗത്തിൽ. എല്ലാം വിവരിക്കും. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. എന്താ പ്രാപിക്കണം? പുനരുത്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഈ പുനരുത്ഥാനം എങ്ങനെയാ പ്രാപിക്കുന്നത്? അവനെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ആചരിച്ചിട്ടുള്ളത് കൈ ഉയർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആചരിച്ചില്ലേ? അടാ, ഇതെന്താ നമ്മൾ വീക്ഷിച്ചത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെന്താ ചെയ്ത് നിങ്ങൾക്കറിയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മളെങ്ങനെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എപ്പോഴാണ് നമ്മൾ കയറിയത്? സ്നാനം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ വരുന്നു. കാരണം റോമർ 8:9-10 പറയുന്നു. അവിടെ വചനം വായിക്കുന്നത് എന്താ പറയുന്നത്? ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിക്കേ, വായ് കൊണ്ട് ഏറ്റു പറയും. പിന്നെ എങ്ങനെ? യേശു മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ചു. അപ്പം പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചപ്പോൾ തന്നെ വിശ്വസിക്കുന്നതല്ല ശക്തി വ്യാപരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ ഏത് കയറിയതാ സാധനം? പറഞ്ഞാട്ടെ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഏറിയിരിക്കുക. ഇത് വെച്ചോട്ടെ ഇങ്ങനെ ഇരിക്കണം, കണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പുനരുത്ഥാനം ആരിലുണ്ട്? ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആരിലുണ്ട്? നമ്മളിലുണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. റോമർ 5:4 പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിലുള്ളത്. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഹൃദയത്തിനകത്തു നിന്ന് ഈ അസ്ഥിക്കകത്തേക്ക് കയറണം, അല്ലേ? അഭിഷേകമുള്ളവൻ്റെ അസ്ഥിക്ക് ചൂട് പിടിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അരോപേയ വഴി വന്നപ്പോൾ അവിടെയുള്ള വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ അവന് ചൂട് പിടിച്ചെന്നാ.
ഇന്ന് പൽക്കാലം ചൂട് പിടിക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഉറപ്പുണ്ടോ? ആ അഭിഷേകം ഇന്ന് പൽക്കാലം നിന്നെ വ്യാപരിക്കണം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, അവൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവനെ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പുനരുത്ഥാനത്തിൻ്റെ അഭിഷേകം വെളിപ്പെടുത്തുള്ളൂ. അല്ല ചുമ്മാ നീതം കയറി വരത്തില്ല. വരുമോ പാസ്റ്റേ? അല്ലേ? അങ്ങനെയല്ല പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്ന അല്ലേ? ഇതിലൂടെ പോകുന്നവർക്കേ ഈ അഭിഷേകം പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാതെ നീ സാധനം കയറി വരത്തില്ല. പ്രൈസലോ. നമ്മൾ എത്ര പാരമ്പര്യം പറഞ്ഞാലും എത്ര സ്തോത്രം പറഞ്ഞാലും ഹല്ലേലൂയ, ഈ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവനറിയാം അവനെ സൂക്ഷ ഏൽപ്പിച്ചിരിക്കും. അവൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയത്തില്ല. അവൻ്റെ മേലാ ദൈവകൃപ വ്യാപരിക്കുന്നത് അല്ലേ? സക്രിയ 10:11 എന്താ പറയുന്നത്? പ്രൈസലോ. ആണോ? ഒന്നുകൂടെ അതുകൊണ്ട് വായിച്ചു വേഗത്തിൽ വിടാം, എന്നിട്ട് നമുക്ക് പോകാം. പ്രൈസലോ. സക്രിയ 10:11 വേഗത്തിൽ. അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്നു. സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും. അപ്പൊ സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കണമെങ്കിൽ നീ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ പോകണം. അങ്ങനെ പോയ ഒരാളാണ് മോശ. അതുകൊണ്ട് അവൻ സമുദ്രത്തിൻ്റെ ഓളത്തെ അടിച്ചത്. പ്രൈസ്. ഇത് പൽക്കാലം അടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ചില കെട്ടുകൾ പൊട്ടിക്കണം, ഒരു അധികാരം ഇത് പൽക്കാലം ഈ പ്രാർത്ഥനയോട് എനിക്ക് ഏറ്റുവാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടോ? അവിടെ വലുത് പൽക്കാലം ഒരു അധികാരത്തിൻ്റെ അഭിഷേകം ശക്തമായി വെളിപ്പെട്ടു വരുമെന്ന്. ഇത് വെളിപ്പെടാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കത്തില്ല. ഞാൻ ഈ 40-21 ഇഷ്ടം പോലെ ഇരിക്കുന്ന ആളാണ്. എല്ലാ വർഷവും 21 ഇരിക്കും എന്നുള്ളത് കണക്ക് പറയാനില്ല. കാരണം കർത്താവ് പറഞ്ഞു, എന്നെ ബലപ്പെടുത്തിയൊരു വാക്യമുണ്ട് പാസ്സായി. കർത്താവ് 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവപുത്രനാണെങ്കിൽ 40 ദിവസം ഉപസിച്ചു. അപ്പം കുറഞ്ഞൊരു 3.5 വർഷം ശുശ്രൂഷയാണെങ്കിൽ എത്ര ദിവസം ഇരിക്കണം പറ? 40 ദിവസം. നമുക്ക് 40 ദിവസം പോയിട്ട് 4 ദിവസം ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. ഞാൻ 21 കഴിച്ചിട്ട് വന്നു. അപ്പോൾ വാസും 60 പറഞ്ഞപ്പോൾ ഞാനത് പറയാനാണ് ഇത് എടുത്ത് വന്നു. അപ്പം പ്രൈസലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഉറപ്പുള്ള എത്ര പേരുണ്ട്? എൻ്റെ മേൽ ശക്തി വെളിപ്പെടണം. യേശു ആരാണെന്ന് എന്നെ തൊടുന്നവരറിയണം, നീ തൊടുന്നവരറിയണം. അങ്ങനെ ഒരു അഭിഷേകം ഇന്ന് പൽക്കാലം നിന്റെ മേൽ വെളിപ്പെടാൻ നീ പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. കാരണം പത്രോസും യോഹന്നാനും അല്ലേ, ഇവർ രണ്ടുപേരും കൂടെ സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് വരിക. അമ്മയുടെ ഗർഭപാത്രം മുതലേ ഒരു മനുഷ്യൻ മുടന്തനായിട്ട് അവിടെ ഇരിക്കുക. സത്യത്തിൽ പറഞ്ഞാൽ ഇവരുടെ പ്ലാന് എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം മാർക്കോസിൻ്റെ മാടിമുറി അവർ പ്രാർത്ഥിച്ചപ്പോൾ, അവർ പ്രാർത്ഥിച്ചുകൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അവിടെ കൂടിയിരുന്നവരുടെ മേലൊക്കെ അഭിഷേകം വന്നിട്ട് ആ അന്യഭാഷയിൽ അവർ നിറഞ്ഞു ആരാധിച്ചു. 18 പരം ഭാഷക്കാരവിടെ ഓടിയെത്തിയപ്പോൾ പത്രോസ് പ്രസംഗിച്ചു. 3000 പേര് സഭയോട് ചേർന്നു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്. പരിശുദ്ധാത്മാവിനാൽ ഒറ്റ പ്രസംഗം മതി, 1000 നമ്മുടെ സഭയ്ക്കകത്ത് കയറി വരും. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഒറ്റ പ്രസംഗമാണ് അല്ലേ? സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസലോ, നമ്മുടെ പ്രസംഗത്തിനകത്ത് അഭിഷേകം വെളിപ്പെടണം. ഉറപ്പുണ്ട്. ഈ അഭിഷേകം വെളിപ്പെടണമെങ്കിൽ ഇതിൻ്റെ ഈ മുട്ടുന്മേൽ കോളേജിലൊന്നിരിക്കണം അല്ലേ? മുട്ടുമേൽ കോളേജിൽ പോകണമെന്നാണ് എൻ്റെ ഭാഷ പറഞ്ഞത്. മുട്ടുമേലിരിക്കണം. ഇരുന്ന് കഴിഞ്ഞാൽ ഈ അഭിഷേകം വരും. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇതിനകത്ത് ഇതിനെ വെല്ലുന്ന ഒരു കോളേജും ഇല്ല. സ്വതം പറഞ്ഞേട്ടെ, ഇത് ദൈവാസനെ ഒന്നും ഓർക്കല്ല ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട്. ഇതല്ലോ കേട്ടോ, ദൈവത്തിൻ്റെ കൃപ. ഈ ബാസൊക്കെ ഇരുന്നുകൊണ്ടേ ഇരുന്ന് അങ്ങോട്ട് നിർത്തിയിട്ട് വന്നുകൊണ്ട് ഈ വായൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട്. അവിടെ ഈ വെള്ളം കുടിക്കുന്നത് അല്ലെ, നമ്മൾ വെള്ളം അങ്ങനെ കുടിക്കുന്ന ആളല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, അതിശക്തമായ അഭിഷേകം
ഈ പത്രോസും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് പോവുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ ആൾ കൂട്ടത്തിൽ പ്രസംഗിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പത്രോസ് പോകുന്നത്. പക്ഷേ അവിടെ പോയിട്ട് പ്രസംഗം നടന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്ന ബസ് ഇല്ല. കാരണം അന്ന് വരെയും ആ ചർച്ച് വരുന്നവർ അല്ലെങ്കിൽ ആ സിനഗോഗി വരുന്നവർ കാണുന്ന ഒരു മനുഷ്യൻ പുറത്തിരിക്കുകയായിരുന്നു അല്ലേ. പത്രോസ് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോയപ്പോൾ മൂന്നാമത് ഒരുത്തൻ കയറി അവിടെ തുള്ളൽ നടത്തുക. പ്രൈസലോ. സത്യത്തിൽ പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്ന ഇവനെങ്ങനെ തുള്ളുന്നെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. സുഷ റൂട്ട് മാറി കണ്ടോ. ഇവനിങ്ങനെ വലിയൊരു കുറിപ്പൊക്കെ ആയിട്ടാണ് പോയത്. നാളെ ഇന്നലെ അഭിഷേകം കിട്ടിയല്ലോ. നാളെ അങ്ങോട്ട് അവിടെ പോകുമ്പോൾ അവിടെ ശക്തമായിട്ടൊരു ദൂത് പറഞ്ഞ് ഇന്ന് 3000 എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6000 പേര് അല്ലെങ്കിൽ ഒരു 5 പേരെങ്കിലും നേടണമെന്ന് പറഞ്ഞാൽ പോകുന്നു. പക്ഷേ ഇവരിൽ വെളിപ്പെട്ട അഭിഷേകത്തിൻ്റെ ശക്തി അവരെ ബോഡിമേൽ നിന്നപ്പോൾ, ആ ബോഡിയിൽ നിന്ന് അഭിഷേകം അവർ കരം കൊടുത്തപ്പോൾ, ബലഹീനനായവൻ്റെ കാല് നരയാണി ഉറച്ചിട്ട് അവൻ ചാടി എഴുന്നേറ്റ് കുതിച്ചെഴുന്നേറ്റ് ആലയത്തിനകത്ത് കിടന്ന് തുള്ളാൻ തുടങ്ങി. അയ്യോ, ഇന്ന് പലക്കാലം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകളെ മാറ്റത്തക്കോണം ഒരു അഭിഷേക വ്യാപാരം ഇന്ന് പൽക്കാലം ഇതിനകത്ത് വെളിപ്പെട്ടാൽ വട്ടങ്ങട കെട്ടുകൾ ഇന്ന് പൽക്കാലം പൊട്ടിമാറും. പ്രൈസലോ. അല്ലേ, യേശു കർത്താവിൻ്റെ ഈ ജീവിതകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് 38 വർഷത്തെ ബന്ധനം അല്ലേ അല്ലേ ബെഥസ്ത കുളക്കരയിൽ കിടന്നവന്. പിന്നെ കണ്ടതാരാ? 12 വർഷത്തെ ആ രക്തസ്വകാരി സ്ത്രീ. പിന്നെ നമ്മൾ കണ്ടതാരെയാ? പ്രൈസലോ. 18 വർഷത്തെ ആ കൂരിയായ സ്ത്രീ അല്ലേ. 12, 18, 38 ഇതെല്ലാം ഇങ്ങനെയുള്ള വർഷങ്ങളായി കെട്ടപ്പെട്ട കെട്ടുകൾ മുഴുവനും കർത്താവിൽ വ്യാപരിച്ച അഭിഷേകത്താൽ അടിഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞ് ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിന്റെ മേൽ അയക്കും. അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളോ എന്ന് ദൂത് പറഞ്ഞെങ്കിൽ ആ ദൂതിനപ്പുറത്ത് ഹല്ലേലൂയ കർത്താവിൽ വെളിപ്പെട്ട അഭിഷേകം രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ ഇവരിൽ വ്യാപരിച്ചപ്പോൾ 40 വർഷത്തെ കെട്ടുപൊട്ടി ഒരു മനുഷ്യൻ എഴുന്നേക്കാൻ തുടങ്ങി. ഉറപ്പുള്ളവർ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് പൽക്കാലം ഇതിനകത്തകത്ത് ആത്മ പറഞ്ഞു വർഷങ്ങളായി ബന്ധിച്ച ചില കെട്ടുകളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റും. സാത്താൻ അടിമുടി നിന്നെ ബന്ധിച്ച് ഒതുക്കി വെച്ച കെട്ടുകളെ അടിച്ചു മാറ്റിക്കൊണ്ട് തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഞാനൊരു വാക്കൂടെ പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് വരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 21 ഇരുന്നല്ലേ. എനിക്കറിയാം ഈ പാസ് ഇഷ്ടംപോലെ ഉപസിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇഷ്ടംപോലെ മീറ്റിംഗ് നടത്തുന്ന ആൾ. പ്രൈസല്ലോ, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. ഞാനിവിടെ വന്നപ്പോൾ മറ്റ് പല വലിയ സഭകളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾക്ക് നല്ല ആരാധന നടക്കുന്നുണ്ട്. അല്ല, സത്യത്തിൽ പറഞ്ഞാൽ ദിവാസികൾ ഉൾപ്പെടെ ഇതിനകത്ത് അഭിഷേകത്തിൽ നിറയുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം പ്രൈസലോ ഞാൻ ആദ്യം ചിന്തിച്ച് എങ്ങനെയായിരിക്കുന്നു. എന്നാൽ എനിക്ക് മനസ്സിലായി ഇതിനകത്തൊരു അഭിഷേക ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒത്തിരി മനുഷ്യരെ തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആരാധനയ്ക്ക് വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ആരാധന കഴിയുമ്പോൾ ഈ സഭയുടെ 2ാമത്തെ ഒരു സ്റ്റേജിലേക്ക് കയറാൻ പോകുക. പ്രൈസലോ, അതിലേക്ക് ദൈവം നയിക്കാൻ പോകുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക നിലയിൽ ആത്മീയ അനുഭവങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ ആത്മാവ് പറയുന്നു നിങ്ങൾ മടുക്കാതെ പ്രാർത്ഥിച്ചു. ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്ന അഭിഷേകം ദേശ വ്യാപാരങ്ങളെ അഴിച്ചു മാറ്റി നിന്നെ സ്വതന്ത്രമാക്കുവാൻ ഇടവരുത്തും. പ്രൈസലോ. ഒരു വാക്കൂടെ പറയട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പത്രോസും യോഹന്നാനും ഇങ്ങോട്ട് വരിക അല്ലേ. സത്യത്തിൽ പറഞ്ഞാൽ ഇവൻ്റെ ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 വിധ ബന്ധനമുണ്ട് ഇവന്. എത്ര? 5 വിധം. ഒന്ന്, അവന് ശാരീരികമായ ബന്ധനം അല്ലേ. അതല്ലേ അങ്ങനെ ഇരിക്കാൻ കാരണം അല്ലേ. 2, അവൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം തന്നെ സാമ്പത്തിക പ്രശ്നം. എന്താ? സാമ്പത്തികം. ഒന്ന് ശാരീരികം, മറ്റൊന്ന് സാമ്പത്തികം. പിന്നൊരു ബന്ധനമുണ്ട്. ഇവൻ ആരാധനയ്ക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അകത്തല്ല ഇരിക്കുന്നത്, ഇവിടെ പുറത്താ. അവനെ ആത്മീയമായി ബന്ധിച്ചിരിക്കുക. നീനകത്ത് കയറരുത്. മനസ്സിലായോ? ഹല്ലേലൂയ. 4 അവനെ ബന്ധിച്ച ബന്ധനം എന്നറിയാം, മാനസികമായി ബന്ധിച്ചിരിക്കുക. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനൊരു പ്രതീക്ഷയില്ല. അവനൊരിക്കലും എഴുന്നേക്കത്തില്ല. ഇന്ന് പൽക്കാലം ആത്മാഞ്ഞപ്പെടട്ടെ.
ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ശത്രുവിനെ ബന്ധിച്ച് ഒരു ഭാഗത്ത് ഇരുത്തുമ്പോൾ നിന്നെ ഇരുത്തിയെടുത്ത് എഴുന്നേൽപ്പിക്കുന്ന ഒരഭിഷേകമാണ് ഇത് തൽക്കാലം വെളിപ്പെടാൻ പോകുന്നത്. അത് മാത്രമല്ല, അവന് ഭാവിപരമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുക. അവന് ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഇല്ല. അവൻ വിചാരിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വന്നിരുന്ന് ജീവിതം കഴിക്കാമെന്ന. ഇന്ന് തൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ നിരാശപ്പെടുത്തി ഒരു ഭാഗത്തിരുത്താൻ തുടങ്ങിയിട്ട് നാളുകളായി. ആത്മാവ് ഇന്ന് തൽക്കാലം പറഞ്ഞു, നിന്റെ കുരുക്കഴിച്ച് ഇന്ന് തൽക്കാലം എഴുന്നേൽപ്പിച്ച ഹല്ലേലൂയ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കത്തക്കണോ ദൈവകൃപയുടെ ഒരു അധികാരം ദൈവം നിനക്ക് പകർന്നുകൊണ്ട് ദേശത്തിൻ്റെ നടുവിൽ മാനിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ പോകുക. അഭിഷേകം വെളിപ്പെടുവത്, അധികാരം വെളിപ്പെടുവത്, നിനക്ക് വേണ്ടി അത് വെളിപ്പെടുവത്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവത്. നിന്റെ വിദ്യാഭ്യാസം നോക്കിയല്ല ദൈവം വിളിച്ചത്. നിന്റെ സൗന്ദര്യം നോക്കിയല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ ഹൃദയം കണ്ട് നിന്റെ പേർ ഒരു അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും തകർക്കാതെ നിന്നെ എഴുന്നേൽപ്പിക്കത്തക്കോട് ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് പൽക്കാലം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിഷേക വ്യാപാരം ഈ പ്രാർത്ഥനയോടുകൂടെ ഉപവാസത്തോടുകൂടി സഭയ്ക്കകത്തുനിന്ന് അത് പുറത്തേക്ക് വമിക്കാൻ പോകുക. യെസ്, ദൈവശുശ്രൂഷ ഒരു സഭയ്ക്കകത്ത് ഒതുങ്ങത്തില്ല. ദേശങ്ങളെ, രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു അഭിഷേകമായി ഇന്ന് അത് മാറാൻ പോകുക. ഈ പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ, ഈ രാജ്യത്തെ പിടിച്ചെടുക്കുവാൻ ദൈവം നിന്റെ മേലെ അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, ആ അഭിഷേകത്തിൻ്റെ വ്യാപാരം എവിടെയും വെളിപ്പെട്ടു വരും. പ്രൈസലോ. ബസ്സിച്ച് കഴിഞ്ഞുള്ള ദിവസമായതുകൊണ്ട് ഞാൻ എന്നെ ക്ഷണിച്ചപ്പോൾ എന്നോട് ദേവസ്വം ഞാൻ പറഞ്ഞു, പക്ഷേ ഈ സൺഡേ ഒന്ന് ഒഴിവാക്കി തരാക്കി. ആരായിരുന്നു എന്നെ ക്ഷണിച്ചത്? അദ്ദേഹമായിരുന്നു ക്ഷണിച്ചേ, എന്നെ ക്ഷണിച്ചേ. അദ്ദേഹം ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സൺഡേ ഒന്ന് മാറ്റി. അത് പറഞ്ഞു ഇതേ ഉള്ളത് പറഞ്ഞു. കാരണം ഉപവാസമായി പിടിച്ചേ ബസ്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം കുടിക്കാതിരുമ്പോൾ ശരീരത്തിൻ്റെ ബലം കിട്ടും, മസിൽസിന് പ്രശ്നം, സംസാരിക്കുമ്പോൾ ആയത് കഴിക്കാറുണ്ട്, ഇങ്ങനെ പശ പോലെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടുത്തമുണ്ട് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചു, അല്പസമയം കൂടെ നമുക്ക് പോകണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തി ഇതിനകത്ത് നിങ്ങളുടെ മേൽ ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. പാസ്റ്റർ ഒരു അഭിഷേകം വീഴും, പ്രത്യേകമായൊരു അഭിഷേകം വീഴും. ഞാൻ പറഞ്ഞു എല്ലാ രോഗവും മാറും. പ്രൈസലോ. ഹല്ലേലൂയ. ഞാനൊരു കത്തോലിക്ക അച്ഛനെ സ്നാനപ്പെടുത്തി, ഫാദർ ജോസഫ് മണപ്പുറം. അദ്ദേഹത്തിന് ഹാർട്ടിന് ബ്ലോക്കായിരുന്നു. അദ്ദേഹം പേടിച്ച് മരിച്ചു വന്ന് പേടിച്ച് സ്നാനപ്പെടാനെടുത്ത് വന്നു. ഞാൻ അദ്ദേഹത്തെ ഈ കോട്ടയം കൊല്ലാട് ആറ്റ് മുക്കിക്കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ കൂടി അഭിഷേകം പ്രാപിച്ചു. കടയിൽ വെച്ച് അഭിഷേകം പ്രാപിച്ചിട്ട് പൊക്കി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ശരീരത്തിലൂടെയൊക്കെ മിന്നലുകൾ ഓടിയെന്നു. കാരണം വെല്ലൂരി എന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും ഓപ്പറേഷൻ സക്സസ് ആകത്തില്ല. അദ്ദേഹം പേടിച്ചു മരിച്ചു വന്നു. പുള്ളിയുടെ ഉള്ളിൽ ഒരു വചനം കൊടുത്തു, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടാൻ എന്നെ വിളിച്ചത്. ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ മേൽ വ്യാപരിച്ച ആ ഹാർട്ടിനെയും തലച്ചോറിൻ്റെ വെയിനെയും ഹല്ലേലൂയ ബന്ധിച്ച ബ്ലോക്കിനെ ദൈവം അഴിച്ചു മാറ്റി. ഇപ്പോൾ ഓഹരി ദൈവത്തെ ആരാധിക്കുക. കാരണം അഭിഷേകം എന്ന് പറയുന്നതാ രോഗക്കെട്ടുകളെ അഴിക്കുന്നതാ. ദൈവകൃപ ഇന്ന് പൽക്കാലം ഇവിടെ വ്യാപരിക്കണം. ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടോ? ഒരു അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏത് രോഗിയാണേലും സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. എനിക്ക് ഈ സൗഖ്യം, എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഓപ്പറേഷൻ കഴിഞ്ഞാൽ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടും, തലമുറ ഉണ്ടാകില്ലെന്ന്. പ്രൈസലോ. ദൈവ സൗഖ്യമാക്കി ദൈവം ഒരു തലമുറ കൂടെ തന്നു. പ്രൈസലോ. ദൈവ സൗഖ്യമാക്കിയാൽ ഒരു ഹല്ലേലൂയ ഒരു മൈനസും ഉണ്ടാകത്തില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി.
ആ ശക്തിയോടെ സ്തുതിച്ചാൽ മതി. ഇന്ന് പൽക്കാലം ഇതിനകത്ത് ശക്തമായ ഒരു വിടുതൽ ഇതിനകത്ത് വ്യാപരിച്ചോണ്ടിരിക്കുക. യെസ് യെസ്. ഏത് രോഗമാണേലും മാറും. ഉറപ്പുള്ളവർ കൈയടിച്ച് സ്തുതിച്ചോ. ആ ഹാർട്ടിന്റെ ബ്ലോക്ക് അടിയും. ആ യെസ് 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 യെസ്. സ്ട്രോക്ക് വന്ന ബലഹീനമായ നിന്റെ ശരീരം ചലിക്കും. തീ ഇറങ്ങട്ടെ. തീ ഇറങ്ങട്ടെ. തീ ഇറങ്ങട്ടെ. പൈശാചികൾ അടിച്ചു വരട്ടെ. തീയായി തീ കത്തും. പാസേ തീ കത്തും. ആത്മാവിന്റെ തീ കത്തും. ദേശത്ത് കത്തും. ഹല്ലേലൂയ. കാരണം അഭിഷേകം, അഭിഷേകമുള്ളവന് ഒരുത്തനും ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. അഭിഷേകം വീണോ കാട്ടിക്കൊണ്ടിട്ട് ഒതുക്കാൻ അപ്പനും അമ്മയും പോലും വിചാരിച്ചു. കാരണം റോയൽ അഭിഷേകമാണ് രാജുവിൻ്റെ ദാവീദിൻ്റെ മേൽ വീണത്. അവനോട് പറഞ്ഞില്ല വീട്ടിൽ സീറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞില്ല. നീ ഇവിടെ ഇരിക്കേണ്ട, നീ കാട്ടിപ്പോയി കാണാനവൻ. കാട്ടിപ്പോയവനെ നാട്ടിക്കൊണ്ടുവരുവാൻ വെല്ലുവിളി വന്നപ്പോൾ ദൈവം അവനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒതുക്കിയ മണ്ഡലങ്ങളെ തകർത്തിട്ട് അവനെ മാനിച്ച എൻ്റെ ദൈവം. ഒത്തിരി പേരോട് ദൂത് പറയാനുണ്ട്. ഹല്ലേലൂയ. വചനം ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ദൂതിൽ ഓരോരുത്തരുള്ളത് ദൂതൊക്കെ പറയാൻ പോയൊക്കെ കഴിഞ്ഞാൽ ഒരു പക്ഷേ 4 മണിയായ പാസ യോഗം തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയാമോ, നമ്മോടുള്ള ദൂതെന്ന് പറയുന്നത് ദൈവം പറയുന്നതായിരിക്കണം. ദൈവം പറയുന്ന ദൂത് നടക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമി കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സൗഖ്യം കിട്ടിയിട്ട് ഇപ്പം 33 വർഷമായി. പ്രൈസ് ദി ലോർഡ്. എന്നോട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് സൗഖ്യം കിട്ടുന്നൊക്കെ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും എന്നോട് വന്ന് ദൂത് പറഞ്ഞു. ഫസ്റ്റ് ദൈവാത്മാവ് പറയുന്നത് സൗഖ്യം കിട്ടിയ സ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിച്ച് കുത്തുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് കേട്ടപ്പോൾ പറഞ്ഞു, പോ പിശാചേ. ദൈവ സൗഖ്യം തന്നിടത്ത് എന്താ കുത്തുന്നത്? സ്വതം പറയട്ടെ, ദൈവം വിടുവിച്ചാൽ അത് വിടുതലാ. ഉറപ്പുണ്ടോ? ഇതുപോലെ സൗഖ്യം തരുമെന്ന് ഉറപ്പുണ്ടോ? എത്ര പേരുണ്ടോ? വിശ്വാസമുള്ളവരൊന്ന് കൈയർത്തിക്കേ. അഴിയട്ടെ. ദൈവം സൗഖ്യം തന്ന സൗഖ്യമാ. അല്ലേ, നമുക്കൊക്കെ വിശ്വാസം ഉണ്ടല്ലേ? അല്ലേ, നമ്മളെ നാട്ടുകാരൊക്കെ വിശ്വാസം വിളിക്കുമ്പോൾ ചിലർക്ക് നാണമുണ്ട്. കാരണം അവർക്ക് ഒട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മേക്കാൾ കൂടുതൽ വിശ്വാസം സാത്താനുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെ പിന്നെ കല്ലുമായിട്ട് യേശുവിൻ്റെ അടുത്ത് വരുമോ? ഈ കല്ല് നീ എന്ത് ചെയ്യുക? അവനറിയാം കർത്താവ് പറഞ്ഞ കല്ല്. അപ്പോൾ അമ്മച്ചിയോട് പറയും, അമ്മച്ചി പറയും, അങ്ങനൊന്നും അപ്പം ആകത്തില്ല. അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഈസ്റ്റ് വേണം, തേങ്ങ വേണം, അരി ആട്ടണം. കല്ലൊന്നും അപ്പോൾ ആകത്തില്ല. ദാനിയേൽ പാസേ എന്ന് പറയും. പിശാച് പറഞ്ഞു, നീ കല്ല് അപ്പോൾ കർത്താവ് പറഞ്ഞു. പിശാചാണേലും അപ്പോൾ നമ്മളാണ് അപ്പാക്കി കാണിച്ചു കളഞ്ഞത്. കർത്താവിനറിയവൻ വന്നവൻ ആരാണ്. അതുകൊണ്ട് കർത്താവ് അത് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പിശാച് വിശ്വസിച്ചെങ്കിലും അവൻ രക്ഷയില്ല. എന്നാൽ വിശ്വസിക്കാൻ നമുക്ക് രക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറയാറുണ്ട്, നമ്മളെക്കാളും നല്ല വിശ്വാസിയാണ് ആരെ? പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ലേ, കർത്താവിൻ്റെ അടുത്ത് വചനം കൊണ്ട് വരുമോ ദൈവാസന്? നീ താഴേക്ക് ചാടുക, ദൂതൻ നിന്നെ കൈകളിൽ വഹിച്ചോളും. 91 സങ്കീർത്തനം. നമ്മൾ പിശാച് പോകാൻ വായിക്കുന്ന സങ്കീർത്തനമാണ് പിശാച് എടുത്തോട്ട് പോകുന്നത്. നമ്മൾ അല്ലേ എല്ലാ ദിവസവും അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും എല്ലാവർക്കും അറിയാം കാണാതെ
കാണാതെ പിടിച്ച് പിശാച് പോരാട്ടം ഉണ്ടാകുമ്പോൾ ഇത് കണ്ണു അടച്ച് പിടിച്ചുകൊണ്ട് പിശാചും കൂടെ ഇന്നുകൊണ്ട് പറയും. പ്രൈസലോ, ഹല്ലേലൂയ. അവന് മനസ്സിലായി ഇത് വന്നതാരാ? പിശാച. ഇന്ന് പറയുന്ന പൈശാചിക മണ്ഡലങ്ങൾ ജയിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അഭിഷേകം, അതാ നമ്മുടെ വരി ആവരിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ചില വഴികൾ നിനക്കെടുത്തു സ്റ്റഡിയായി നിന്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുവാൻ ദൈവം ചില ഇടങ്ങൾ ദൈവം നിനക്കൂടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ ഇവിടെ വന്നു എന്നോട് ചെയ്യാമെന്ന് പറഞ്ഞോട് പറയാം. അതുകൊണ്ട് എഴുന്നേൽപ്പിച്ചതാ. ഫ്രീസലോ കയറി വന്നപ്പോഴും എന്നോട് പറഞ്ഞു അങ്ങനെ പറയണമെന്ന്. ഫ്രീസലോ ഇന്ന് പൽക്കാലം ആത്മാ ഞാൻ ദൂത് പറയാം. ബാസ് ഈ സഭയിലെ ആളാണോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഫ്രീസല്ലോ അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം നിന്നെ മാനിക്കുന്ന ആത്മാവ് ദൂത് വിളിച്ചു പറയും. ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നവർ കരം തട്ടി ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. ശക്തിയോടെ 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 യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പഠിക്കുക. വലിയൊരു പ്രവൃത്തിയുണ്ട് ദൈവാസിലെ, വലിയൊരു പ്രവൃത്തിയുണ്ട്. അത് ദൈവം വെളിപ്പെടുത്തും, ഉറപ്പായി വെളിപ്പെടുത്തും, ഉറപ്പായി വെളിപ്പെടുത്തും. വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവ് വിളിച്ചു പറയും. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടതാട്ടെ. ഇന്ന് പല ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്, ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്, ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ദൈവകൃപ വ്യാപരിക്കപ്പെടട്ടെ, ദൈവകൃപ വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നോക്കിയേ, ഈ പത്രോസും യോഹന്നാനും ഇവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ വിഷയം വിടുതലൊന്നുമല്ല, അവൻ്റെ വിഷയം എത്ര കിട്ടുമെന്നുള്ള ചിന്തയാണ്. ഇന്നൊരു നല്ല തുക കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവനിരിക്കുന്നു. പക്ഷേ അവൻ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ അവന് കൊടുത്തത്. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ഇന്ന് നീ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ അതാ തമ്പുരാൻ തരാൻ പോകുന്നതാ. നീ പ്രതീക്ഷിച്ച് വന്നതിന് അപ്പുറത്തൊരു വിടുതലാ. ഇവിടെ കഴുതയെ തേടി വന്നവനെ രാജാവാക്കിയവനാ നമ്മുടെ ദൈവം. നീ കഴുതയെ പോറ്റേണ്ട കാര്യമില്ല, നിനക്ക് പോറ്റാൻ കഴിഞ്ഞില്ല അല്ലേ? കഴിഞ്ഞോ? ശൗലിന് കഴുത പോറ്റാൻ കഴിഞ്ഞോ? ഇല്ല. വചനം പറയുന്നത്, യെശയ്യാ പറയുന്നത്, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്ന പുല്ല് കൊടുത്താൽ കഴുത എങ്ങും പോകത്തില്ല. ഇവനെ ഏൽപ്പിച്ച പരിപാടി ഇവൻ എന്ത് ചെയ്തില്ല, ചെയ്യാഞ്ഞു കൊണ്ടാണ് കഴുത പുല്ല് തേടിപ്പോയതാ. അല്ലേ? അല്ലേ? അല്ലെ ഷാവലിൻ്റെ അപ്പനെ തേടിപ്പോയതാണ്? അല്ലേ? മറ്റുള്ളവരെ തേടിപ്പോയതാണ്? പുല്ല് തേടിപ്പോയതാ. അവസാനം അപ്പനോട് കണക്ക് പറയണമെന്ന് ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, കീശിനോട് കണക്ക് പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ശൗല് ഇറങ്ങി കഴുതയുടെ പുറകെ പോയപ്പോഴാ പറയണം, നീ ഇനി കഴുതയെ നോക്കേണ്ട ഒരു കാര്യവും ഇല്ല, നിന്നെ ഞാൻ ആരാക്കാൻ പോവുക, രാജാവാക്കാൻ പോകുക. ഇവിടെ പ്രതീക്ഷിക്കാത്തതാ ശൗലിൻ്റെ മേൽ ദൈവം പകർന്നു കൊടുത്തതാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പറ്റുന്നതെന്നു ചോദിച്ചാൽ, പിശാച് ഒരുക്കുന്ന കെണിയിൽ നമ്മൾ വീണു. ഇവിടെ ഇവൻ്റെ വിഷയം പണമാണ്. പത്രോസും യോഹന്നാനും പറഞ്ഞത്, ഞങ്ങൾക്ക് തരാൻ നീ പ്രതീക്ഷിക്കുന്നതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല.
അവിടെ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പഴയ ആളായിട്ടുമല്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അറിയാതെ ഒന്ന് ഞങ്ങളുടെ തലേ വീണു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പ്രവൃത്തി ഞങ്ങൾ അവിടെ കണ്ട്, അതെൻ്റെ ബോഡിയിൽ ഇപ്പോഴുണ്ട്. അത് ഞാൻ കൈമാറ്റം ചെയ്താൽ നിന്റെ കട്ടടിമെന്ന് എനിക്കറിയാം. യെസ് 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 ഒരു കൈമാറ്റമുണ്ട് പാസ്റ്റേ. ആ വായിക്കുന്ന പാസ്റ്റേ, കൈമാറ്റമുണ്ട്. ആ ആ എഴുന്നേറ്റ് ആരാധിക്കോ, എഴുന്നേറ്റ് ആരാധിക്കോ, എഴുന്നേറ്റ് ആരാധിക്കോ. ഒരു കൈമാറ്റം വെളിപ്പെടുക. ശക്തിയാണ്, ശക്തിയാണ്, ശക്തിയാണ്. ആഗ്രഹിക്കുന്നവരുണ്ടോ? ആ ആ ഹല്ലേലൂയ. കാരണം നീ ഇങ്ങനെ ഇരിക്കുന്നത് ആർക്കിഷ്ടമില്ല? കർത്താവിന് ഇഷ്ടമില്ല. നിന്റെ ഇരിപ്പ് കണ്ടിട്ട് കുറച്ച് നാളുകളായി. ഹല്ലേലൂയ. ഇവിടെ 40 വർഷമായി അത് നീ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ആത്മാ പറയുന്നു, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ശക്തിക്ക് കഴിയും. നിന്നെ ഒതുക്കുന്നിടത്തൊന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരഭിഷേകമാണ് ഇന്ന് തൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നത്. നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നത്, നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നത്, നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നത്, നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നത്. യെസ്. ആ ആത്മാവ് വ്യാപരിക്കട്ടെ. ആ അഭിഷേകം വ്യാപരിക്കട്ടെ. യെസ്. ആത്മാവിന്റെ തീ കത്തട്ടെ. ആ ആ തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ. യെസ്. കീരജാന ദാനജാന. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വാക്കൂടെ പറഞ്ഞു മടങ്ങി വരട്ടെ. കാരണം പറഞ്ഞ ഭാഗത്തുനിന്ന് നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകണം. എങ്കിലേ നമുക്ക് ഒരു അല്ലേ, നമ്മൾ ഇത്രയും പറഞ്ഞാലും ഒരു സമയമാകുമ്പോൾ നമുക്ക് നിർത്തേണ്ടതുണ്ട് അല്ലേ. പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് അല്ലേ. എങ്കിലും നമുക്കൊക്കെ ഒരു പരിധിയുണ്ട്. പ്രൈസറോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ. അതുകൊണ്ട് ഞാൻ അല്പം കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വചനം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് മുന്നേറാൻ ആഗ്രഹിക്കുക. ഇവർ പറഞ്ഞ് ഞാൻ പ്രാപിച്ചു ഒന്നുണ്ടല്ലേ അല്ലേ, അങ്ങനല്ലേ നമ്മൾ വായിച്ചത്. കർത്താവിൽ നിന്ന് പ്രാപിക്കേ. എവിടുന്ന് പ്രാപിച്ചതാ? മാർക്കോസിൻ്റെ മാളിമുറിയിൽ നിന്ന് പ്രാപിച്ചതാ. ഇതെൻ്റെ മേൽ വന്നില്ലേ? ഇത് നമ്മുടെ മേൽ വന്നെന്ന്. അഭിഷേകം ഉണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ മേലുണ്ടെന്ന് ഉറപ്പുള്ളവരുണ്ട്. അത് കൈമാറ്റം ചെയ്യാൻ എത്ര പേര് തയ്യാറാ? അത് മറ്റുള്ളവർക്ക് വിടുതലായി മാറുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവിടെ മേലെ അഭിഷേകം വ്യാപരിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാപിച്ചവന് മാത്രമേ ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനല്ലേ? പ്രാപിക്കാതെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ആദ്യം നാം പ്രാപിക്കണം, പിന്നെ മറ്റുള്ളവർക്ക് ഏൽപ്പിക്കണം അല്ലേ? അല്ലേ നാട്ടുകാരൊക്കെ പറയുന്നല്ലോ, ആദ്യം നീ നന്നാകണം, പിന്നെ മറ്റുള്ളവരെ നന്നാകണം അല്ലേ? നീ ആദ്യം പ്രാപിക്കണം എങ്കിലേ അല്ലേ. ചിലാണ് പ്രാപിക്കാന്ന് അവർ പറയും, പക്ഷേ അവർ പ്രാപിച്ചിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യുക? പ്രാപിപ്പിക്കുക. അതല്ല, നമ്മൾ പ്രാപിച്ചെങ്കിൽ നമുക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റും. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇന്ന് പലക്കാലം ഞാൻ കൈമാറ്റം ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് പുതിയത് ഞാനൊന്ന് പ്രാപിക്കും. ഉറപ്പുണ്ടോ? ഈ ഉപവാസത്തിൽ പുതിയൊരു കൃപ ഞാൻ പ്രാപിക്കും. ഇതിനകത്തുനിന്ന് ചില യുവാക്കൾ സുവിശേഷ വിളിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടും. ഹല്ലേലൂയ. ചിലരിവിടുന്ന് എഴുന്നേൽക്കും, ആത്മീയ സുഷരായി മാറും. അങ്ങനെ ദൈവത്തിന് പ്ലാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈകിട്ട് നിങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോടൊക്കെ വൈകിട്ട് കുറെ കൂടെ അടുത്തോടെ ഞാൻ വരാം. കാരണം നിങ്ങളുടെ ചിന്തകളെ ദൈവം വിവേചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ ദൈവം വിവേചിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളെ വിവേചിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവങ്ങളെ ദൈവം വിവേചിക്കുന്നുണ്ട്. ഇന്ന് പൽക്കാലം ആത്മാവ് പറയുന്നു, നിന്റെ ഏത് സ്വഭാവത്തിലുള്ളവനാണെങ്കിലും ഏത് പ്രവൃത്തി ചെയ്യുന്നവനാണെങ്കിലും ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആത്മാവ് നിന്നോട് പറയുന്നു, ഏൽപ്പിക്കാൻ തയ്യാറാണോ? ആത്മശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എനിക്കറിയാം. ഹല്ലേലൂയ. ചിലരെ റൂട്ട് മാറ്റുന്ന പൈശാചിക പോരുകളുണ്ട്.
റൂട്ട് മാറ്റും അല്ലേ? കാരണം ദൈവീയ പദ്ധതിയെ പൊളിക്കുന്ന ചില പോരുകളുണ്ട് വാസ. അത് പൗലോസിൻ്റെ സുഷയിലുണ്ടായിരുന്നു അല്ലേ? പൊളിക്കാൻ നോക്കി. പൗലോസ് വിട്ടുകൊടുത്തില്ല. പൗലോസ് പറഞ്ഞ ഏലിമാസ് എന്ന് പറഞ്ഞൊരു വിദ്വാൻ അല്ലേ, അവനെന്ത് ചെയ്യുക? ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു. പ്രൈസലോ, അതാര് മനസ്സിലാക്കി? പൗലോസ് മനസ്സിലാക്കി, വിട്ടുകൊടുത്തില്ല. ആ പിശാചിനെ ശാസിച്ചു. ഹല്ലേലൂയ. അവിടെ പറയുന്ന കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്ന നീ ആർ അല്ലേ? കപടവും ദൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, കർത്താവിൻ്റെ നേർവഴികളെ, അങ്ങനെ കർത്താവിൻ്റെ വഴികളെ എന്ത് ചെയ്യുക? മറിക്കുക. മറിച്ച് അരുതാത്ത ചിന്തയിലേക്ക് നിന്നെ കൊണ്ടുപോവുക, വേണ്ടാത്ത സ്വഭാവത്തിൽ നിന്നെ കൊണ്ടുപോവുക, നിന്നെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് തള്ളിവിടാതെ നിന്റെ ജീവിതത്തെ മറിച്ച് കളയുക. എന്നിട്ട് നിന്നെ മെൻ്റലി തകർക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളുണ്ട്. അതിൻ്റെ കെട്ടുകൾ ഇന്ന് വൽക്കണം പൊട്ടണമെങ്കിൽ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു അഭിഷേകം നിന്റെ മേൽ വീഴും. ആൺപിള്ളേർ മാത്രമല്ല, പെൺപിള്ളേരുടെ ഇടയിലേക്ക് ഈ ദൂതുണ്ട്. സാങ്കല്പിക ചിന്തയിലൂടെ പാപചിന്തകളെ ശരീരത്തിലേക്ക് കയറ്റിവിട്ട, വേണ്ടാത്തതിലേക്ക് നിന്റെ റൂട്ടിനെ മാറ്റിവിട്ട, ആത്മീയ അനുഭവത്തിൽ നിന്ന് തള്ളിവിടുന്ന ആ ദുഷ്ട വ്യാപാരത്തെ അടിയട്ടെ, അടിയട്ടെ. ഹല്ലേലൂയ. കാരണം ദൈവ പ്ലാനിലേക്ക് നിന്നെ വിടാതെ ചിലരിൽ ഇത് അനുസരണക്കേടിൻ്റെ ആത്മാവായിട്ട് മാറും. ഒരിക്കലും പ്രവാചകനിൽ പോലും ഈ പിശാച് കയറി അല്ലേ? 3 ദിവസം എവിടെ കൊണ്ടുവച്ചു? തിമിംഗലത്തിൻ്റെ വയറ്റിലല്ലേ? ഇനി എൻ്റെ ഭാഷ പറഞ്ഞാൽ തിമിംഗലമൊന്നുമല്ല. ആണോ? അല്ല, വേണം വായിക്കാം. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. ആരാന്ന് നിങ്ങൾക്കറിയാം? പ്രൈസലോ. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. അപ്പൊ എവിടാ കിടന്നത്? അപ്പൊ അനുസരണക്കേട് കാണിക്കുന്നതിനെ ആര് കയറി പിടിക്കും? തിമിംഗല രൂപമേ ഉള്ളൂ, ശക്തി പാതാളമാ. ഒരു സ്വതം പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, പാതാളം പിടിക്കരുതെന്ന് പറ. ദൈവാലോചന കേട്ടില്ലെങ്കിൽ ആര് പിടിക്കും? പ്രവാചകനെ കയറി പിടിച്ചിട്ടുണ്ട്. 3 ദിവസം എവിടെ കൊണ്ടുവച്ചു? പാതാളത്തിന് വയറ്റി. അവിടെ കിടന്ന് ഉപസിച്ചപ്പോഴാവും പുറത്ത് വന്നു. ഉറപ്പ് പറ. ഉറപ്പോടെ പറ, ഞാൻ പുറത്ത് വരുമെന്ന് പറ. എവിടെ കൊണ്ടുവച്ചാൽ ഞാൻ ഇന്ന് തീരുമാനം എടുക്കണം. ഈ അനുസരണക്കേട് അല്ലെ, അനുസരിക്കുന്നവർ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 14 ദിവസമായിട്ട് അനുസരിച്ചില്ലേ? പ്ലീസല്ലോ. വൈകിട്ട് വരാം അന്നേരം ശരിയാത്തുള്ളൂ. ഇത് ആരാധനയാണല്ലോ, നിങ്ങൾ മടുക്കണ്ട. പ്ലീസല്ലോ. അപ്പം ഈ അനുസരണക്കേടിൻ്റെ ഈ പിശാചങ്ങോട്ട് കയറിയോണ്ടല്ലോ, റൂട്ട് എന്ത് ചെയ്യും? മാറ്റുമോ? പ്ലീസല്ലോ. കാരണം കർത്താവിൻ്റെ നേർവഴിയെ മറിച്ച് കളയും അല്ലേ? അതുകൊണ്ടാണ് ആ പിശാചിനെ നോക്കിയ പൗലോസ് പറഞ്ഞത്, ഹേ സകല കപടവും ദൂർത്തും നിറഞ്ഞവരെ, പിശാചിൻ്റെ മകനെ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്ന നീ ആർ? അല്ലേ വാസ? ചില നേർവഴികളെ മറിക്കാനാണ് പിശാച് വരുന്നത്. എന്നാൽ അതിനെയാണ് ദൈവാത്മാവ് വെട്ടുന്നത്. അതിനെ വെട്ടും. കാരണം തമ്പുരാനെന്ന് പറഞ്ഞാൽ നീതിമാനാണ്. അവൻ നീതിക്കപ്പുറത്തേക്ക് നമ്മെ തള്ളിവിടത്തില്ല. കാരണം അതുകൊണ്ടാ നീതിമാൻ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. പ്രൈസലോ. എത്ര പ്രബലനായ ദുഷ്ടനാണെങ്കിലും അല്ലേ, ഈ പിശാചെന്ന് പറഞ്ഞ് ഭയങ്കര തന്ത്രമാണ്. ഇവൻ ഈ പിശാചിൻ്റെ തന്ത്രം മനുഷ്യരിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. സ്വന്തം പറഞ്ഞാട്ട് ഞാൻ പറയുന്നത് ചുമ്മാതാണോ? വചന തെളിവ് തരാം, വേണേ വായിക്കും. 58-ാം സങ്കീർത്തനം എടുത്താട്ടെ. 58-ാം സങ്കീർത്തനം. ഡയറക്റ്റ് പിശാചിനോടാ ദാവീദ് സംസാരിക്കുന്നത്. വായിച്ചാട്ടെ. ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ?
മനുഷ്യപുത്രന്മാരെ, ആ. നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? ആ. നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു. ആ. ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത ആ. തൂക്കിക്കൊടുക്കുന്നു. ഈ ഏതാ ഇവിടെ പറഞ്ഞ ദേവന്മാരെ, നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നു. മനുഷ്യപുത്രന്മാരെ, ആ. നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? ആ, നിങ്ങൾ ഹൃദയത്തിൽ ആ. ദുഷ്ടത പ്രവർത്തിക്കുന്നു. ആ. ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത ആ. തൂക്കിക്കൊടുക്കുന്നു. ഇതെല്ലാം ആർക്കൊക്കെ കിട്ടും? ഈ മനുഷ്യന് കിട്ടും. ചിലർക്ക് 50 ഗ്രാമേ കാണത്തുള്ളൂ, ചിലർക്ക് 10 കിലോ കാണും, ചിലർക്ക് ടൺ കണക്കിന് കാണും. ആ, സ്വന്തം പറഞ്ഞാട്ടെ. ദുഷ്ടത പ്രവർത്തിക്കാത്തവർ കൈ ഒരു അല്ലല്ലേ പറഞ്ഞാട്ടെ. അയ്യോ, ഇത്രയും ദുഷ്ടതയുണ്ടോ? ഇതെവിടെ കയറും? എവിടെ കയറും? തലയിൽ കയറും. ഇത് തലയിൽ കയറി വെച്ചിട്ടാണ് ഇന്നലെ കുറച്ച് മുമ്പ് വരെ അച്ഛൻ നല്ലായിരുന്നു, ഇപ്പം ആള് പാളിപ്പോയി. സ്വതം പറഞ്ഞാട്ടെ. അല്ലേ, പള്ളി വെച്ചൊന്നും കുഴപ്പമില്ല, അത് വീട്ടിൽ വന്നപ്പോൾ ആൾ മാറി. സ്വതം വരുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, ഗ്ലോറി പറഞ്ഞാട്ടെ. ഇതിനെ വെച്ചോണ്ട് ഇതാര് തരുന്നതാ? പൈശാശക്തി ദേവന്മാരെ അല്ലേ? കറക്റ്റാ. കാരണം ആത്മമണ്ഡലത്തിനകത്ത് കയറിയാൽ ഇതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാനിങ്ങനെ കണ്ടോടാ പറയുന്നത്. ഇതിൻ്റെ പ്രവൃത്തിയുമായി ആത്മതലങ്ങളിൽ നിന്നെ അന്യപ്പെടുത്തുന്ന വേണ്ടാത്ത സ്വഭാവങ്ങളെ ഇന്ന് പൽക്കാലം ദൈവാത്മാവ് ഇടിച്ചേ പറ്റത്തുള്ളൂ. ഒരു സ്വതക്കൂടെ പറഞ്ഞാട്ടെ. ഇന്ന് പൽക്കാലം സമർപ്പിക്കാൻ എത്ര പേര് തയ്യാറാ? എൻ്റെ മേലൊരു അഭിഷേകം വേണം. പിശാചിൻ്റെ ഒരു നിഷ്ഠത ചിന്തയോ അതിൻ്റെ പ്രവൃത്തി എൻ്റെ തലയിൽ കയറരുത്. എൻ്റെ സ്വഭാവത്തെ മറിക്കുന്നുണ്ട്. ഞാൻ അറിയാതെ എന്നെ പാപത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇന്ന് പൽക്കാലം ആ കെട്ടടിയെത്തക്കൂടെ ഒരു അഭിഷേകം ഇന്ന് പൽക്കാലം എൻ്റെ മേൽ വ്യാപരിക്കണം. ഇതും വെച്ചുകൊണ്ടിരുന്നോണ്ട് നമ്മൾ 2 അന്യഭാഷ പറഞ്ഞാൽ അപ്പുറത്ത് നിന്നോണ്ട് ഇവനും ഭാഷ പറയും. സ്വതം പറഞ്ഞാട്ട് പ്രീസലോ. ഒരിക്കലും ഒരു സ്ഥാനത്ത് നിന്ന് ഇതുപോലെ ഞാനിങ്ങനെ സുഷ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാനൊരാളുടെ തലയൊക്കെ വയ്ക്കാൻ തുടങ്ങിയ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ കൈ വയ്ക്കരുത്, ഈ ആൻ്റെ നിമിത്തം ഈ സഭയുണ്ടായത്. പ്രീസലോ. ഏതായാലും കൊള്ളാം, ദൈവാത്മാവിൻ്റെ ശക്തിയോടെ വ്യാപരിച്ചു. കാരണം 30 വർഷമായിരുന്ന ആസ്മാരോഗം അന്നേരം മാറിപ്പോയി. കാരണം എന്നാണെന്നറിയാമോ? ഈ രോഗം വിടുന്ന ഒരു ദുഷ്ട വ്യാപാരം. കാരണം ചിന്താമണ്ഡലത്തോട് അവിടെ ഉള്ളിൽ കയറി അതനുസരിച്ച് ആത്മാവിൽ ആരാധിക്കുമ്പോഴും ഹല്ലേലൂയ ദൈവ വഴിയിൽ നിന്ന് അന്യപ്പെടുന്ന ചില ദുഷ്ടൻ്റെ ചില വെല്ലുവിളികളുണ്ടായിരുന്നു. അതവളിൽ രോഗമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പൽക്കാലം ചില ദുഷ്ട ചിന്തകൾ നിന്നെ രോഗിയായി മാറ്റുമ്പോൾ ആ കെട്ടുകളെ അടിക്കുന്ന ഒരു അഭിഷേകമാ. ശക്തിയോടെ അടിയട്ടെ, 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 അടിയട്ടെ. ഇത് കയറി നിന്റെ ശരീരത്തിൽ കോശങ്ങൾ നിർമ്മിക്കും. ഇത് ക്യാൻസർ ആകും. ഇത് നിന്റെ ബ്ലഡിനെ ക്ലോട്ട് ആക്കും. ഇന്ന് പൽക്കാലം ആത്മാവ് പറയുന്നു, ആ കെട്ടടിക്കാൻ തമ്പുരാൻ വന്നിട്ടുണ്ട്. ഏൽപ്പിക്കാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കാരണം ആത്മീയ അനുഭവത്തിൽ നിന്നും അന്യപ്പെടുത്തുന്ന സ്വഭാവ അനുഭവങ്ങൾ ആരും അറിയാത്ത നിലയിൽ നീ അത് രഹസ്യഭാവമായി നിന്റെ ആത്മതലങ്ങളെ കൊണ്ടു നടക്കുമ്പോൾ ഒരിക്കലും കയ്പും മധുരവും ഒരു കുറവിൽ നിന്ന് പുറപ്പെടത്തില്ല. ഹല്ലേലൂയ. ആ കെട്ടടിയണമെങ്കിൽ ഇത് പൽക്കാലം നീ സമർപ്പിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. ആത്മാവ് വിവേചിക്കുന്നുണ്ട് കേട്ടോ, ആത്മാവ് വിവേചിക്കുന്നുണ്ട്. ഒരാത്മശക്തി ഇന്ന് രാത്രിയിൽ ഇന്ന് പൽക്കാലം ഇതിനകത്ത് വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. 2 കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പൽക്കാലം ഇതിനകത്ത് വലിയ വിടുതൽ നടക്കും. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു വലിയ കത്തൽ ഭാഷ ഇവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവജനം ചാടി മറിഞ്ഞ് ആരാധിക്കും. കാരണം നിങ്ങളറിയാതെ ചില ബന്ധനങ്ങൾ ഇതിനകത്ത് അഴിയും. കാരണം ആത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ സമയമായി, അഭിഷേകത്തിൻ്റെ സമയമായി, അഭിഷേകം ജനത്തിന് കൈമാറുന്ന സമയമായി. ദൈവകൃപയുടെ വ്യാപാരം ജനത്തിന്മേൽ വെളിപ്പെടാതെ സഭയ്ക്ക് മുന്നേറാൻ പറ്റത്തില്ല, ആത്മീയമായി മുന്നേറാൻ പറ്റത്തില്ല. എന്നാൽ ആ കെട്ടുകൾ അടിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് വൽക്കാലം നമ്മുടെ മേൽ വ്യാപരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പ്രൈസലോ. ദൈവമക്കളെ സംബന്ധിച്ച് ആരും തെറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ല, നമ്മളറിയാതെ തെറ്റിപ്പോകുന്ന അനുഭവം. എല്ലാവരും സ്വതന്ത്രം പറഞ്ഞാട്ട് നമ്മളറിയാതെ എന്ത് ചെയ്യും?
തെറ്റിപ്പോ അല്ല കുഞ്ഞുങ്ങളെ, നമ്മളറിയാതെ തെറ്റിപ്പോ. തെറ്റിപ്പോകുന്ന കാരണം എന്നറിയാമോ? നമ്മുടെ ചിന്തയെ പിശാച് കയ്യിലെടുക്കും. ചിന്തയിൽ പിശാച് കയറിയാൽ അവൻ ഹൃദയത്തെ കവർന്നെടുക്കും. ഹൃദയത്തെ കവർന്നെടുത്ത് കഴിഞ്ഞാൽ നീ പാപത്തിനടിമയാവും. ഹവയിൽ അങ്ങനെ ആയിരുന്നു. നല്ലൊരു ചിന്ത കൊടുത്ത് നീ ഇത് തിന്നാൽ ആരെ പോലാകും? ദൈവത്തെ പോലാകും. ആ ചിന്തയ്ക്കൊത്തോണം അവൾ ഹൃദയത്തിൽ തീരുമാനമെടുത്തു. അവൾ വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവളിൽ ആ പാപത്തിൻ്റെ കെട്ട് കയറിയത്. മനസ്സിലായോ? മനസ്സിനെ ചിന്തയെ പിടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ശരീരം ഓട്ടോമാറ്റിക് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു സ്വന്തം പറഞ്ഞാട്ടെ, പ്രൈസലോ. നല്ല ചിന്ത മാത്രം ചിന്തിക്കുന്ന ഒരു കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ കണ്ടോ, നമുക്കെല്ലാവർക്കും നല്ല ചിന്ത ചിന്തിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ? ശരിയല്ലേ? വേണ്ടാത്തതും ചിന്തിക്കും അല്ലേ? പിന്നെ പറയും അല്ലേ, ചിന്താതീതം ഇത് മനോഹരം അല്ലേ? അതൊക്കെ പാടാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ ഭയങ്കര സ്വന്തം പറഞ്ഞാട്ടെ. നിങ്ങൾ ഓർക്കാറുണ്ട്, ആദ്യം കുഴപ്പമില്ല, ഇപ്പം ഇച്ചിരി കട്ടിയായിട്ട് വരുന്നുണ്ടല്ലേ. കാരണം വർഷങ്ങളുടെ കെട്ടാ പൊട്ടേണ്ടത്. കാരണം എത്ര ഉപസിച്ചാലും 21 ഇരുന്നാലും നീ ശരിയായില്ലെങ്കിൽ കെട്ട് പൊട്ടത്തില്ല. കാരണം പാപചിന്തകളെ പിശാച് കയറ്റിവിടും. സ്വന്തം പറഞ്ഞാൽ നന്നായിരിക്കും. സത്യത്തിൽ പറഞ്ഞാൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഹൃദയംഗമായിട്ടുള്ള ആരാധന വന്നു കഴിഞ്ഞാൽ നീ ശരീരം വിട്ടുകൊടുക്കും അല്ലേ? ഇവിടെ നിന്നാണ്ട് ദിവസമൊക്കെ ചാടിയപ്പോൾ എനിക്കും ചാടണമെന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അടുത്തൊക്കെ പിള്ളേരൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചാടിയില്ല അല്ലേ? ഞാൻ ചാടി. റീസളോ, ഞാനിപ്പം വടക്കേണ്ടിയിലൊക്കെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട്. വടക്കേണ്ടിയിൽ ഏകദേശം 2-3 പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ. നജഗഡ്, ഹിമജൽ, അതുപോലെ തന്നെ ഡെറാഡൂൺ ഈ ഭാഗങ്ങൾ. പ്രീസലോ, ദൈവനിച്ച ഒക്ടോബറിൽ അങ്ങോട്ട് വീണ്ടും പോവുക. പ്രീസലോ, അവിടെ ചർച്ച മെറുക്കൾ എന്നുള്ള ഒരു സഭയുടെ പേരിലായിട്ടാണ് ഞങ്ങൾ പ്രവർത്തനം അവിടെ ചെയ്യുന്നത്. ഇവിടെ ഹിന്ദിക്കാരാണ്. പ്രീസലോ, ഞാൻ ഇന്ന് തൽക്കാലം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരാധന ഉയർന്നാൽ നമ്മുടെ ശരീരം ചലിക്കും. ശരീരത്തെ ആരാധന വെളിപ്പെട്ടാൽ ശരീരങ്ങളിലെ രോഗബന്ധനങ്ങൾ അഴിയും. ശരീരങ്ങളിലെ രോഗബന്ധനം അഴിയണമെങ്കിൽ ശരീരങ്ങളിൽ ഒളിഞ്ഞിടക്കുന്ന പാപക്കെട്ടുകൾ അഴിയണം. ആ പാപക്കെട്ടുകൾ അടിഞ്ഞാൽ രോഗത്തിന് സൗഖ്യമുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ തീ കത്തട്ടെ, ആ തീ കത്തട്ടെ, ആ തീ കത്തട്ടെ, ആ തീ കത്തട്ടെ. ഏത് രോഗമാണേലും മാറുന്നത്. ഏതല്ലോ. അപ്പോൾ ആ ദേവന്മാരെന്ത് ചെയ്യുക? അവൻ്റെ നിഷ്ഠൂരത നമുക്ക് എന്ത് ചെയ്യുക? തൂക്കി തരും. ചിലർക്ക് കൂടുതലുണ്ട്, ചിലർക്ക് കുറച്ചുണ്ട്, ചിലർക്ക് ഒട്ടുമില്ല. ഏതല്ലോ. എന്നാൽ ഇത് ചില സമയത്ത് ചിലരുണ്ട്, ചില സമയത്ത് ചിലർ കാണത്തില്ല അല്ലേ? അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, അതവരെ ശരീരങ്ങളിൽ കയറും. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ അവരെ ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായി ചെയ്തുകൊണ്ട് അവരെ എന്താക്കും? കോപത്തിൻ്റെ മക്കളാക്കും അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? എഫെസ്യർ 2-ന്റെ 2 മുതലായിട്ടുള്ള വാക്യങ്ങൾ അതിനകത്ത് അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ആരാവും? ഇത് ഈ ജഡത്തിൽ നിന്ന് കയറി വരുന്നതാണ്. ശരീരത്തിനകത്ത് കിടക്കുന്ന ഈ പാപത്തിൽ നിന്ന് കയറി വരുന്നതാണ്. അതിൻ്റെ മേളിൽ പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിച്ച ആത്മാവ്. അപ്പോൾ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാത്മാവാ? ആകാശാധികാരം അല്ലേ? ആകാശാധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷ്ടാത്മസേന അല്ലേ? ഇവൻ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവത്തെ എന്ത് ചെയ്യും?
പ്രൈസലോ. ഞാൻ ഇന്ന് പ്രകാരം പറഞ്ഞു വരുന്നത് ഈ കെട്ടടിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ, ഈ കെട്ടടിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം വർഷങ്ങളായിട്ട് ഇരിക്കുക, കാരണം നമ്മളെ ഒരു സർക്കിളിനകത്ത് ഒതുക്കുക. കാരണം ഇത് ശരീരത്തെയാണ് ബന്ധിക്കുന്നത്. ഇന്ന് പൽക്കാലം കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ ശരീരത്തിൽ നിന്ന് അഴിയണം. ഇന്ന് അഴിയണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഈ രോഗക്കെട്ടുകൾ അഴിയണം. ഇന്ന് പകൽക്കാലം ബന്ധനം അഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്. കാര്യങ്ങളെ ഒന്നും മലർത്തി പിടിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. വർഷങ്ങളുടെ കെട്ടുകൾ അഴിയും, വർഷങ്ങളുടെ കെട്ടുകൾ അഴിയും, വർഷങ്ങളുടെ കെട്ടുകൾ അഴിയും. ജൂരകശതനാര വർഷങ്ങളുടെ കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓപ്പൺ ആക്കി, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് എനിക്ക് വിടുതൽ വേണം. അളന്ന് വർഷങ്ങളായിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്, വർഷങ്ങളായിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്, വർഷങ്ങളായി ഞങ്ങൾ ഭാരപ്പെടാൻ തുടങ്ങിയിട്ട്. ഞാൻ നിങ്ങളുടെ ഇടയിലോട്ട് വരും. ഇനി ജുരബല ഘടകര ഘടക ആത്മശക്തി ഇവിടെ ശക്തമായി വ്യാപരിക്കും. എനിക്കറിയാം ഇവിടെ ഇതിനകത്തൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ദേവാസന്മാർ കൂടി ഇങ്ങോട്ട് കയറിയുന്നു, കുഴപ്പമില്ല, ഇങ്ങോട്ട് മുമ്പോട്ട് കയറിയുന്നു. നമ്മളൊന്ന് ശുശ്രൂഷ ചെയ്യുന്നത് ഇവിടെ പരിശുദ്ധാത്മാവ്, ഇവിടെ സാൻകുട്ടിയല്ല ഇനി സൂക്ഷിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് സൂക്ഷിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചുള്ള ബോധമാണ്. ജുരബല ഹദന രകടകദന ഹുരബല ഹദന രകട ഹുരബല ഹദന ഹുരബ ഹദന. ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഇതുപോലെ നിങ്ങളുടെ മേലെ ഒരു അഭിഷേകം വീഴണം. ഇന്ന് പലർക്കും ഒരു ആത്മശക്തി എന്ന് പറയണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അന്യഭാഷയിൽ ആരാധിക്കണം. ഞാൻ വിശ്വസിക്കും നിങ്ങൾക്ക് അഭിഷേകത്തെ നിറയോ. ചിലർ പ്രവാചകന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കും, ചില പ്രവാചകന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കും. കാരണം ഹല്ലേലൂയ ദൈവസഭയെ ഹല്ലേലൂയ വളർത്തത്തക്കവണ്ണം ഹല്ലേലൂയ ചില കുടുംബങ്ങളെ ഉണർത്താൻ പോകുക. പാസിലൊരു പ്രവചന ആത്മാവുണ്ട്. പാസ് ഒരു പ്രവചന ആത്മാവുണ്ട്. ഹല്ലേലൂയ ഒരു ആത്മീയ സൂക്ഷനാ പാസ്. മറ്റുള്ളവരെ പോലല്ല, അതിനായിട്ട് ദൈവം കണ്ടതാ. ഹല്ലേലൂയ എന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് ഡയറക്റ്റ് വിടാതെ ഈ ഹല്ലേലൂയ തുറന്നിരിക്കുന്ന വാതിലിനെതിരെ എതിരാളികളുണ്ടെന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ചില എതിർപോരുകൾ നമ്മളെ മറിക്കാൻ നോക്കുന്നുണ്ട്. ഇന്ന് പൽക്കാലം പ്രാർത്ഥിച്ചു ഒരു അഭിഷേക വ്യാപാരം ആ കോട്ടകളെ തകർത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുക. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ആരാധിക്കണം. കൈയടിച്ച് ആരാധിക്കണം. നമ്മൾ ഒന്നിച്ച് കൈയടിച്ച് ആരാധിക്കും. നമ്മൾ കൈയടിച്ച് ഒന്നിച്ച് ആരാധിക്കും. ഇതിനകത്ത് ആരാധിക്കാതെ ആരും ഇരിക്കരുത്. യെസ് 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 ശക്തിയോടെ ശക്തിയോടെ യെസ് യെസ് ശക്തിയോടെ ആ മുടന്തൻ ചാടിയതുപോലെ, തുള്ളിച്ചാടിയതുപോലെ വിടുതൽ കിട്ടിയവർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. യെസ് യെസ് ആ മിരിയാം അവൾ നൃത്തം ചെയ്ത് ആരാധിച്ചെന്ന 400 വർഷത്തെ കെട്ടുപൊട്ടി അവരെ പിടിച്ചൊതുക്കിയ ഫറവോനിയ സൈന്യം മുങ്ങിയപ്പോൾ അവൾ തപ്പെടുത്ത് നൃത്തം ചെയ്തതാ. ഇതുപോലെ അഭിഷേകത്തിന്റെ ആരാധനയിനകത്ത് വെളിപ്പെടട്ടെ. ശക്തിയോടെ ശക്തിയോടെ. അടുത്തിരിക്കുന്നവരെ നോക്കരുത്, അടുത്തിരിക്കുന്നവരെ നോക്കരുത്. നിന്നിൽ വെളിപ്പെടുന്ന അഭിഷേകം ഒരു അസാധാരണ അഭിഷേകമാ. യെസ് 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 ശക്തിയോടെ 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 തീയായി തീയായി കത്തട്ടെ സൗരന്മാരുടെ ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് മുതൽ. യെസ് 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 ജാനം ദാനം ജാനം ദാനം ദൂരചാരം. യെസ് ജനം പുറത്തു വരട്ടെ, സഭ പുറത്തു വരട്ടെ, സഭ പുറത്തു വരട്ടെ. ഒതുക്കിയ മേഖലകൾ ഇതുപോലെ തകരപ്പെടട്ടെ. യെസ് ആത്മാവിന്റെ തീയായി, ആത്മാവിന്റെ തീയായി കത്തട്ടെ, ആത്മാവിന്റെ തീയായി കത്തട്ടെ, ആത്മാവിന്റെ തീയായി കത്തട്ടെ.
റിക്കമാന ദാന ജാന. യെസ് യെസ് യെസ്. ആ തീയായി കത്തട്ടെ, ആ കത്തട്ടെ, ഇതിനകത്ത് കത്തട്ടെ, കത്തട്ടെ. യെസ് യെസ് യെസ്. ആകാശ അധികാര കെട്ടുകൾ ജീവിതങ്ങളെ മാറ്റിവിടുന്ന ദുഷ്ട വ്യാപാരങ്ങൾ. യെസ് ജാന ദാന ജാന. യെസ് ആത്മാ പറയുന്നു, ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരും, ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരും, ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരും. യെസ്. അഭിഷേകം ഇറങ്ങട്ടെ. ശക്തിയോടെ 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 ശക്തിയോടെ. ആകട്ടെ ആകട്ടെ ആകട്ടെ. ശക്തിയോടെ. ആത്മാവിനെ കത്തട്ടെ, ആത്മാവിനെ കത്തട്ടെ, ആത്മാവിനെ കത്തട്ടെ. തീയായി തീയായി കത്തട്ടെ, തീയായി കത്തട്ടെ. യെസ് യെസ്. കത്തട്ടെ. ദൂരജാനം ദീനജാനം ധീരജാന. യെസ്. പ്രൈസ് ദി ലോർഡ്. ആരാധന നിർത്തരുത്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകട്ടെ. ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. യുവാസ് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കരങ്ങളെ തട്ടി ഒന്നുകൂടെ സ്തുതിച്ചു. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി.